നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും RRB NTPC അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ചെയ്യാത്തവർ നിങ്ങൾക്ക് പറ്റിയ പോസ്റ്റുകൾ നോക്കി നിങ്ങൾക്ക് വേണ്ട ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സോണുകളിൽ തന്നെ അപ്ലൈ ചെയ്യുക. വളരെ പ്രാധാന്യമേറിയ രണ്ട് ഘടകങ്ങൾ തന്നെയാണ് ഇത് രണ്ട്, സോണും പോസ്റ്റും. ഇനി സോണെല്ലാം കണ്ടുപിടിച്ചു, പോസ്റ്റ് എല്ലാം അപ്ലൈ ചെയ്തു, ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയായി. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താ? ഞാൻ എന്താണ് പഠിക്കേണ്ടത്? ഏറ്റവും പ്രയാസമേറിയ ഘടകം എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്നുള്ള വ്യക്തമായ ക്ലാരിറ്റി, എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു കുരുക്കഴിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാമുള്ളൂ, പഠിക്കാനിരിക്കാൻ പാടുള്ളൂ. സോ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് എൻ്റെ ഈ വീഡിയോ. ഓക്കെ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. മേജറായിട്ട് ഏതാണ് RRB NTPC സിലബസിലെ മേജർ ആയിട്ടുള്ള പ്ലെയേഴ്സ് ആരൊക്കെയാണ്, ഏതൊക്കെയാണ് മേജർ ആയിട്ടുള്ള മൊഡ്യൂൾസ്, സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് പറയുന്നു. NTPCയുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം ഈ കൊല്ലം? നിങ്ങൾ NTPC എഴുതാൻ നേരത്ത് എന്തായിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി? എങ്ങനെ സ്ട്രാറ്റജി പടുത്തുയർത്താം, അതാണ് നമ്മുടെ പോയിന്റ്. അത് ഓരോ സബ്ജക്റ്റ്, നമുക്കറിയാം 3 സബ്ജക്റ്റ് ഉള്ളത്. ആ 3 സബ്ജക്റ്റിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ, അത് പറയുന്നുണ്ടാവും. പിന്നീട് നമ്മൾ റിവൈസ് ചെയ്യാന്ന് എല്ലാവരും പറയും. റിവിഷൻ ആണ് ഇതിൻ്റെ എല്ലാം മെയിൻ. എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്? ഓക്കെ, എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്? നമ്മൾ വായിച്ച പുസ്തകങ്ങൾ പിന്നെ എടുത്ത് വായിക്കണോ, അതോ ടെസ്റ്റ് വെച്ചിട്ടാണോ റിവൈസ് ചെയ്യേണ്ടത്? സോ എങ്ങനെ റിവിഷൻ എന്നുള്ള കാര്യം പറയുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്തായിരിക്കണം? ഞാൻ ഇന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഒരു 8 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തി നിൽക്കണം എന്ന് ഞാൻ ഇന്നേ പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ് എന്താവണം, അത് നമ്മൾ സ്റ്റഡി പ്ലാൻ പറയുന്നുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഡെയിലി പ്ലാനർ. എൻ്റെ ഒരു ഡേയിൽ ഞാൻ ഈ പറയുന്ന സബ്ജക്ട്സിന് എത്രത്തോളം വെയിറ്റേജ് കൊടുക്കണം എന്നും ഞാൻ തീരുമാനിക്കണം. ഓക്കെ, എന്നാലേ എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് തീർക്കാൻ പറ്റുള്ളൂ. എനിക്കിത് തീർക്കണ്ടേ, എനിക്ക് ജോലിക്ക് കയറണ്ടേ. സോ ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് എങ്ങനെ എൻ്റെ ഡേനെ പ്ലാൻ ചെയ്യും, അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം, എന്നായിരിക്കാം എക്സാം, ലാംഗ്വേജ് ഏതെടുക്കണം, ഞാൻ മലയാളത്തിൽ പഠിക്കണോ, ഞാൻ ഇംഗ്ലീഷിൽ പഠിക്കണോ, അതെല്ലാ കാര്യങ്ങളും പറയാം. സോ മെയിനായിട്ട് നമ്മൾ ഈ സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ? RRB NTPC എത്ര നേരം പഠിക്കണം, ഒരു ദിവസത്തിൽ എത്ര നേരം നമുക്ക് വേണ്ട വരും. ഓക്കെ, ഒരു ദിവസം എഫക്റ്റീവ്ലി എങ്ങനെ പ്ലാൻ ചെയ്യാം, ഒരു ദിവസത്തിനെ നമുക്ക് എങ്ങനെ എഫക്റ്റീവ്ലി പ്ലാൻ ചെയ്യാം, ജനറൽ അവയർനെസ് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും, ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും വാസ്റ്റ് സിലബസ് ഉള്ള ഒരു ഏരിയയാണ് ജനറൽ അവയർനെസ്, എങ്ങനെ അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അടുത്തത് ടെസ്റ്റ് ബേസ്ഡ് റിവിഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്, അതിനെ ഏറ്റവും എഫക്റ്റീവ്ലി എങ്ങനെ നമുക്ക് കൺസീവ് ചെയ്യാം, അതാണ് ടെസ്റ്റ് ബേസ്ഡ് റിവിഷൻ കൊണ്ട് പറയുന്നത്. അടുത്ത എക്സാം ഡേറ്റ്, എന്നായിരിക്കാം എക്സാം, ഒരു ഓവറോൾ ഐഡിയ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ, ഇനി പറയാൻ പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഏകദേശം എപ്പോഴത്തേക്ക്, അത് എപ്പോഴത്തേക്കാ എക്സാം ഡേറ്റ്. അടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണ്, അണ്ടർ ഗ്രാജുവേറ്റുകാർ +2കാരും ഡിഗ്രിക്കാരും ഒരുപോലെ വേണോ പഠിക്കാൻ? അടുത്ത ചോദ്യം. അടുത്തത്, എൻ്റെ സ്ട്രോങ് ഏരിയ, എൻ്റെ വീക്ക് ഏരിയ ഞാൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? യുണീക്കാണ് അത്. എൻ്റെ സ്ട്രോങ് ഏരിയയും എൻ്റെ വീക്ക് ഏരിയയും എല്ലാവരും പറയും, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ കണ്ടുപിടിക്കുക, നിങ്ങളുടെ വീക്ക് ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഇത് കണ്ടുപിടിക്കുക, അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? അടുത്തത്, എൻ്റെ ചോയ്സ് ഓഫ് ലാംഗ്വേജ്, ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ലാംഗ്വേജ് ഏത്, ഞാൻ പരീക്ഷയ്ക്ക് കൊടുക്കേണ്ട ലാംഗ്വേജ് ഏത്, എന്തുകൊണ്ട് ഇംഗ്ലീഷ് മലയാളത്തിൽ, അതിൽ തന്നെ ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കാരണം അറിയണ്ടേ. വെറുതെ നിങ്ങൾ മലയാളത്തിൽ എഴുതി എന്ന് പറഞ്ഞിട്ട് പോകുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. എന്ത് വേണം? മലയാളം വേണോ, ഇംഗ്ലീഷ് വേണോ, അതായത് റീജിയണൽ ലാംഗ്വേജ് വേണോ, അതോ ഇംഗ്ലീഷ് വേണോ, അതിനുള്ള കാരണം ഉൾപ്പെടെ. ഓക്കെ, അടുത്തത്, ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പഠിക്കാനിരിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ പ്ലാൻ വേണം. അടുത്ത 8 മാസം NTPC ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെ ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡെസ്കും എൻ്റെ കസേരയും എൻ്റെ ബുക്കുകളായിട്ട് ഞാൻ ഇരിക്കുന്നത്, എൻ്റെ കയ്യിൽ ഏത് പ്ലാൻ വെച്ചിട്ടാണ്, എൻ്റെ ഭിത്തിയിൽ ഒട്ടിക്കാൻ എനിക്കൊരു പ്ലാൻ വേണ്ടേ, ആ പ്ലാൻ എന്താണ്? സോ എൻ്റെ ടൈം ടേബിൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്. അടുത്തത്, എങ്ങനെ എനിക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം? ഞാൻ പലപ്പോഴും എൻ്റെ ഈ സൈൻ വേവ് പോലെ ആയിരിക്കും എൻ്റെ ഈ പറയുന്ന പോലെ മോട്ടിവേഷൻ പോവാ, ഞാൻ ഇടയ്ക്ക് ഡൗൺ ആയി പോകുന്നു. പിന്നെ അവിടുന്ന് കയറി വരാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഈ എക്സാമിനെ മുൻനിർത്തി എന്ത് ചെയ്യാൻ പറ്റും? ഇമോഷണലി അല്ല, ഈ എക്സാം വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചോദ്യങ്ങൾ വെച്ച് എങ്ങനെ എനിക്ക് കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും? അതും നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, സോ നമുക്ക് നേരെ സെഷനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ, നമ്മളൊരു പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുകയാണ്. ആ പരീക്ഷ നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പല സെഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. എന്താ നമ്മൾ പറയാറ്? നോ യുവർ എക്സാം, നോ യുവർ സബ്ജക്ട്. സോ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ എക്സാമിനെ മനസ്സിലാക്കുന്നത്? സോ എക്സാമിനെ മനസ്സിലാക്കാൻ ഏതൊരു എക്സാം ആയാലും നമ്മുടെ കയ്യിൽ ഈ 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്ന് സിലബസ്, അടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നമ്മളിൽ ആരൊക്കെ മാത്രമേ ഉള്ളൂ? ഏത് എക്സാമും ആയിക്കോട്ടെ, അത് UPSC ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, SSC, ഏത് എക്സാമും ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ 2 പേരേ ഉള്ളൂ, സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും. ഓക്കെ, സോ സിലബസിൽ എന്താ എഴുതിയിട്ടുണ്ടാവുക? സിലബസിൽ എഴുതിയിട്ടുണ്ടാവും
ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി ഉണ്ട്, അല്ലെങ്കിൽ പൊളിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആക്ടുകൾ പഠിക്കുന്നുണ്ടാവും, പാർലമെന്റ് പഠിക്കാനുണ്ടാവും. സോ ഇത്തരം കാര്യങ്ങൾ എന്താ പഠിക്കേണ്ടതെന്നുള്ള ചെക്ക് പോയിന്റ്സ് എവിടെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോയിന്റുകൾ എവിടെ എഴുതിയിട്ടുണ്ടാവും, സിലബസിൽ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, സിലബസിൽ എന്തെല്ലാണ്ട് സബ്ജക്ട് ടോപ്പിക് ഉണ്ട്, റെഫറൻസ് ബുക്കുകളും ഉണ്ടാവും. 10ാം ക്ലാസ് വരെയുള്ള NCERT പഠിക്കണമെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏത് ലെവലിൽ നിന്നിട്ടാണ് നമ്മൾ അറിയേണ്ടത്, ഗ്രാജുവേറ്റ് ലെവലിൽ നിന്നിട്ടാണോ അറിയേണ്ടത്, 10ാം ക്ലാസ് ലെവലിൽ നിന്നിട്ടാണോ പഠിക്കേണ്ടത്, അതും നമുക്ക് അവിടെ നിന്ന് ഇൻഫർ ചെയ്തെടുക്കാം, നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് സബ്ജക്ട് ടോപ്പിക്കും റെഫറൻസ് ബുക്കും സിലബസിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എനിക്ക് പൊളിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. PSCയുടെ പൊളിറ്റി, UPSC IAS പരീക്ഷയുടെ പൊളിറ്റി, SSCക്ക് ചോദിക്കുന്ന LDC പരീക്ഷയുടെ പൊളിറ്റി, എല്ലാത്തിലും പൊളിറ്റി എന്നല്ല എഴുതി വെച്ചിട്ടുള്ളത്, എല്ലാത്തിലും ജോഗ്രഫി എന്നല്ല എഴുതി വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഡെപ്ത് എവിടം വരെ ഉണ്ട്? സോ ഞാൻ ഈ പരീക്ഷയ്ക്ക് എത്രത്തോളം ആഴത്തിൽ ചോദ്യങ്ങളുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കണം? അതിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഞാൻ 2019 നോട്ടിഫിക്കേഷൻ വന്ന NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? കൺസെപ്റ്റിന്റെ ഡെപ്ത് എത്രത്തോളം ഞാൻ പഠിക്കണം എന്ന് മനസ്സിലാവും. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ട്രൂ സിലബസ് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ പോയാൽ നമുക്ക് സിലബസിന്റെ ശരിക്കുള്ള അന്തസത്ത മനസ്സിലാവുള്ളൂ, എത്രത്തോളം ഡെപ്തിൽ പഠിക്കണം. ഇനി ഏത് ടൈപ്പുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ആർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കൂ. ആർട്ടിക്കിൾ വെറുതെ എടുത്ത് ചോദിക്കാം. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിക്കാം. അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള, വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള LDC ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പക്ഷെ NTPC കുറച്ചുകൂടെ ഗ്രാജുവേറ്റ് ലെവൽ ആകുമ്പോൾ എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി, അതിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ട് എന്ന് ചോദിക്കാം, ഒരു പടി മുകളിൽ ചോദിക്കാം. സോ ഡെപ്ത് കൂട്ടാം. കാര്യം എന്താ? ഗ്രാജുവേറ്റ് ലെവലിലാണ്. 10ാം ക്ലാസ് ലെവലിലെ ഫാക്ട്സ് പോരാ, കുറച്ചും കൂടെ ലെവൽ കൂടിയത് വേണം. ആ ലെവൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ടാ. ഇനി നിങ്ങൾ വേറൊരു ക്വസ്റ്റ്യൻ എടുക്കുക. ഇപ്പൊ മാത്സ് എടുത്തു, മാത്സിൽ ടൈം ആൻഡ് വർക്ക് ആയിരിക്കും ചോദിക്കുക. ഒരാൾ രണ്ടുപേര് വർക്ക് ചെയ്യുമ്പോൾ ടൈം ചോദിക്കാം. ഇതുപോലെ 3 പേരെ വർക്ക് ചെയ്യുമ്പോൾ ഒരാൾ പോയ ടൈമും ചോദിക്കാം. കുറച്ചുകൂടെ ഹാർഡ്നെസ് ലെവൽ കൂടി, കുറച്ചുകൂടെ കൺസെപ്റ്റ് കൂടി. ഓക്കെ, സോ എത്രത്തോളം കൺസെപ്റ്റ് ഡെപ്ത് ഉണ്ടെന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. സോ 2 കാര്യങ്ങളുണ്ട്. സിലബസിൽ നിന്ന് ടോപ്പിക് എടുത്തു, PYQ നമ്മൾ എന്തെടുത്തു? ഡെപ്ത് എടുത്തു. സോ ഈ സിലബസ് വെച്ച് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റണം? ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റണം. കാര്യം സിലബസിൽ കൊടുത്തിട്ടുണ്ടാവും ഒരു 50 മാർക്ക് വെയിറ്റേജ് ആണ്. അപ്പോൾ നമ്മുടെ സിലബസ് ആണെങ്കിൽ 40 മാർക്ക് വെയിറ്റേജ് ആണ് ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ 35 മാർക്ക് വെയിറ്റേജ് ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ 35 മാർക്ക് വെയിറ്റേജ് എന്ന് കൊടുത്താൽ 100ന്റെ 35%. സോ 35% എങ്കിലും ഞാൻ കൊടുക്കണം. സോ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ എത്ര ശതമാനം ടൈം കൊടുക്കണം എന്ന് ആലോചിക്കാൻ വെയിറ്റേജ് കിട്ടും നമുക്ക് സിലബസിൽ നിന്ന്. സോ വെയിറ്റേജ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. സോ ബേസിക്കലി സിലബസിൽ നിന്ന് സബ്ജക്ട് വെച്ചിട്ടുള്ള വെയിറ്റേജ് വെച്ചിട്ടുള്ള ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി, എൻ്റെ സ്ട്രാറ്റജി ഉണ്ടാക്കി. NTPCക്ക് സ്ട്രാറ്റജി അറിയണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണം. ഇനി ഞാൻ LDCയോ സെക്രട്ടറി ടെസ്റ്റോ അല്ലെങ്കിൽ UPSCയോ പഠിക്കുമ്പോൾ എൻ്റെ സ്ട്രാറ്റജി മാറും. കാര്യം എന്താ? ആ പ്രീവിയസ് സെയിം ടോപ്പിക്കിന് പോലും സ്ട്രാറ്റജി മാറ്റണം. കാര്യം എന്താ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. ഇത്രയും മനസ്സിലായല്ലോ. സോ നിങ്ങൾ എക്സാമിനെ മനസ്സിലാക്കുക. സോ ആദ്യത്തെ കുറെ ദിവസങ്ങൾ നിങ്ങൾ എക്സാമിനെ മനസ്സിലാക്കുക, സിലബസ് മനസ്സിലാക്കുക. ഞാൻ പഠിക്കാൻ പോകുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് കോഴ്സിന് ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ്, സിലബസ് മൊത്തം കവർ ചെയ്യുന്നുണ്ടോ നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾ മനസ്സിലാക്കണം സിലബസ് മൊത്തം കവർ ചെയ്യുന്നുണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ചെയ്തിട്ടാണോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. സോ ഇത് രണ്ടും നിങ്ങളുടെ തമ്പ് റൂളുകളാണ്. ഈ 2 റൂൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും NTPC എക്സാമിന് നമ്മുടെ സോൺ അനാലിസിന്റെയും പോസ്റ്റ് അനാലിസിന്റെയും ഒക്കെ വീഡിയോ കണ്ട് അപ്ലൈ ചെയ്ത് തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ മുന്നിലുള്ള പ്രധാന ആശയക്കുഴപ്പമാണ് NTPCക്ക് കോഴ്സ് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത്. ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, റീസണിംഗ് തുടങ്ങിയ കംപ്ലീറ്റ് സിലബസ് കവറേജോടുകൂടി ഷോർട്ട് നോട്ട്സും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കോർ റെയിൽവേ മലയാളം നിങ്ങൾക്കായി ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്, ഡ്രീം NTPC ബാച്ച്. തുടക്കക്കാർക്കും ഇനി ആദ്യ അറ്റംപ്റ്റിൽ തന്നെ റെയിൽവേയിൽ ജോലി നേടാം. ബിഗിനേഴ്സ്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ് എന്നിങ്ങനെ 3 തലത്തിലായിട്ടുള്ള ക്ലാസ്സുകൾ അടങ്ങിയിട്ടുള്ള ഡ്രീം NTPC ബാച്ച് 1 മാസം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്വന്തം സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും സ്കോർ റെയിൽവേ മലയാളം ഒക്ടോബർ 2 ആരംഭിക്കുന്ന ഡ്രീം NTPC ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തന്നെ കാണൂ, വിലയിരുത്തൂ, തീരുമാനിക്കൂ. അടുത്തത്, ഞാൻ എക്സാമിനൊക്കെ മനസ്സിലാക്കി. ഇനി എനിക്ക് എന്ത് ചെയ്യാം? സിലബസിലേക്ക് കടക്കാം. ആദ്യം ഞാൻ സിലബസിലേക്ക് കടക്കാം. എങ്ങനെയാണ് നമ്മുടെ RRBയുടെ NTPCയുടെ CBT 1 സിലബസ് എങ്ങനെയാണ്? 30, 30, 40. സോ 100 മാർക്കിന്റെ 3 ആൾക്കാർ. ആരൊക്കെ? മാത്തമാറ്റിക്സ്, ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, 3 പേര്. ഓക്കെ, എത്ര ഫസ്റ്റ് CBT എത്ര നേരം? 90 മിനിറ്റിന്റെ 100 മാർക്കിന്റെ എക്സാം. മറ്റു പല പരീക്ഷകൾ എഴുതിയവർക്ക് അറിയാം ഇത്രയും ടൈം ഒന്നും പൊതുവെ കിട്ടാറില്ല. ഏകദേശം 1 മിനിറ്റ് വെച്ച് കിട്ടുന്നുണ്ട്. സോ അതൊരു പോസിറ്റീവ് പോയിന്റ് ആണ്. നമുക്ക് അതിലേക്ക് കടക്കാം. സോ 3 ടോപ്പിക്ക്
30, 30, 40. ഏറ്റവും വെയിറ്റേജ് ഉള്ള ആർക്കാ? ജനറൽ അവയർനെസ്സിന് 40 മാർക്ക്. ഇവർക്ക് രണ്ടുപേർക്കും 30 മാർക്ക് വെച്ചിട്ട്, മാത്സിനും ഇന്റലിജൻസിനും. CBT 2 ആയപ്പോൾ എന്ത് മാറ്റം വന്നു? ക്വസ്റ്റ്യന്റെ എണ്ണം കൂടി. റേഷ്യോ സെയിം ആണ്, ഏകദേശം സെയിം ആ, 35, 35, 50. ഓക്കെ, പക്ഷെ അവിടെ എന്ത് പറ്റി? 120 മാർക്കിന് 90 മിനിറ്റേ ഉള്ളൂ. കടുപ്പം ഒന്ന് കൂട്ടിയവര്, ടൈം ഒന്ന് പിടിച്ചു. കാര്യം എന്താ? CBT 2 ആകുമ്പോൾ ഒന്നുകൂടെ കടപ്പം കൂട്ടിയാലല്ലേ കട്ട് ഓഫ് ഒക്കെ ഒന്ന് അവർക്ക് ലെവലാക്കാൻ പറ്റുള്ളൂ. സെയിം പോലെ കൊടുത്താൽ ഇതിൽ ജയിച്ചവൻ ഇതിലും ചിലപ്പോൾ അതുപോലെ തന്നെ സ്കോർ ചെയ്താലോ, ഒന്നും കൂടി കടുപ്പാക്കി. കാര്യം എന്താ? ഇത്രയും പിള്ളേരെ എഴുതുന്നല്ലേ, അവരൊന്നും കൂടെ കടുപ്പാക്കി. എന്ത്? 90 മിനിറ്റ്സ് 100, 90 മിനിറ്റ്സ് 120 ആക്കി. സോ ഇങ്ങനെ സിലബസ് രണ്ടും വരിക. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് ഇൻഫർ ചെയ്യാം, ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് ഒരു തീരുമാനം എടുക്കാം. എന്ത്? ഇത് രണ്ടും ഞാൻ ഒരുമിച്ചേ പഠിക്കുള്ളൂ. കാര്യം മാർക്കിന്റെ എണ്ണത്തിലെ വ്യത്യാസമുള്ളൂ, പഠിക്കേണ്ട കാര്യങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല. 3 കാര്യമാണ്, ഈ 3 ടോപ്പിക്കാണ് CBT 1ലും CBT 2ലും ഉള്ളത്. സോ പഠിക്കേണ്ട കാര്യങ്ങളിൽ വ്യത്യാസമല്ല, മാർക്കിൽ വ്യത്യാസമുള്ളൂ. അതിനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണം, ഈ സമയം കൊണ്ട് തീർക്കണം. ഇത്ര എനിക്ക് സിലബസിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിന്റെ ഡീറ്റെയിൽ വെർഷനും സിലബസിൽ ഉണ്ടാവും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എനിക്ക് സിലബസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് സിലബസ് എല്ലാം ഞാൻ മനസ്സിലാക്കി. ഈ സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു എക്സാം സ്ട്രാറ്റജി ആദ്യമേ ഉണ്ടാക്കാൻ പോവാണ്. സിലബസ് മനസ്സിലാക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്ക്, ഞാൻ എക്സാം സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പോവാണ്. എന്ത്? ആദ്യം ഈ സിലബസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെ? എന്തൊക്കെയാണ് അവയർനെസ്സിലുള്ളത്, എന്തൊക്കെയാണ് റീസണിങ്ങിലുള്ളത്, എന്തൊക്കെയാണ് മാത്സിലുള്ളത്. ഓക്കെ, ഈ 3 ഞാൻ എന്താവും? ചെക്ക് പോയിന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ക്ലൈമറ്റ്, ഇന്ത്യൻ അഗ്രികൾച്ചർ. വേൾഡ് ജോഗ്രഫി, വേൾഡ് ക്ലൈമറ്റ്, വേൾഡ് ഫോറസ്റ്റ്, അങ്ങനെ കുറേ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാം സിലബസിൽ ഉണ്ടാവും. മാത്സ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ പ്രൊപ്പോർഷൻ, LCM HCF, ഈ പറഞ്ഞ ഡയറക്ഷൻ, ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഈ ഡിവൈഡ് ചെയ്തതെല്ലാം ഞാൻ ചെക്ക് ലിസ്റ്റ് ആക്കി വെക്കും. കാര്യം എന്താ? എനിക്ക് സിലബസ് കവർ ചെയ്യണം. എങ്ങനെ കവർ ചെയ്യണം? സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്യണം, ഒരെണ്ണം പോലും വിട്ടുപോകരുത്. ഓക്കെ, ഇനി സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കേണ്ട ഒരു കാര്യമുള്ള എന്താ? ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ കുറച്ചും കൂടെ കനത്തിൽ കവർ ചെയ്യണം. മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മോസ്റ്റ് വെയിറ്റേജ് ഏരിയ. ഫോർ എക്സാമ്പിൾ, ബയോളജിയിലാണെങ്കിൽ സെൽസിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതലാണ്, ജോഗ്രഫി ആണെങ്കിൽ മാപ്പിംഗിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതലാണ്, ക്ലൈമറ്റിൽ നിന്ന് ചോദ്യങ്ങൾ, ഇന്ത്യൻ ക്ലൈമറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പൊളിറ്റി ആണെങ്കിലോ ആർട്ടിക്കിൾ എന്നുള്ള ചോദ്യങ്ങൾ കൂടുതലാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലതായിട്ട് തന്നെ പഠിക്കണം. ഹിസ്റ്ററി ആണെങ്കിൽ മുഗൾസിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യയിലെ ഗാന്ധി വന്നതിന് ശേഷമുള്ള പീരീഡിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതലാണ്. സോ ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സിലബസിനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കി വെക്കുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ഓക്കെ, ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കി വെക്കുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ഇനി എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ അതനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഞാൻ പഠിക്കാൻ ഇരിക്കാൻ പോവാ. ഓക്കെ, സിനാരിയോ എന്താ? ഞാൻ എൻ്റെ ടേബിളും എൻ്റെ കസേരയും ഈ പറഞ്ഞ ബുക്ക് കൊടുത്തിട്ട് പഠിക്കാൻ ഇരിക്കാൻ പോവാ. സിലബസിനെ ആദ്യം ചെക്ക് ലിസ്റ്റുകളാക്കി മാറ്റി, ഒരു ലിസ്റ്റാക്കി മാറ്റി, സിലബസിനെ പ്രീവിയസ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്തു? അതിനെ പ്രയോറിറ്റൈസ് ചെയ്തു. ഓക്കെ, നല്ലൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഗുണം എന്താ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഓരോ സാർമാരും ക്ലാസ് എടുക്കുക, അല്ലേ? സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി. ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ളത് ടെസ്റ്റ് സീരീസ്. ഇവരെ നമ്മൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് സീരീസ് വെച്ചിട്ട് എൻ്റെ കണ്ടന്റ് അഡീഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ സിലബസിലുള്ള ഒരു ടോപ്പിക്ക് പഠിക്കാൻ എടുത്തു. ഈ ജനറൽ അവയർനെസ് ഒക്കെ ആകുമ്പോൾ കുഴപ്പം എന്താ? വലിയ ടോപ്പിക്കാണ്, മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉള്ളിൽ നിന്നൊരു കാര്യം ചോദിച്ചാൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടോ? നമ്മൾ ജസ്റ്റ് വായിച്ചു പോയിട്ടുള്ളൂ. ഒരു വരിയിൽ 4 ഫാക്ട് ഉണ്ട്, ഒരു ഫാക്ട് മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായില്ലേ? ഒരു ഫാക്ട് മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. സോ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫാക്ട് നമ്മൾ എൻ്റെ ഈ കണ്ടന്റിനെ ടെസ്റ്റ് ചെയ്യാണ്. ആ ഫാക്ടിൽ ഒരു ചോദ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു? അത് റിവൈസ് ചെയ്യുന്നു. ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ നോട്ടിൽ പോയി റിവൈസ് ചെയ്യുന്നു. സോ ഈ 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത്. എനിക്കൊരു നല്ല ടെസ്റ്റിനുള്ള സ്ഥലമുണ്ടോ, എൻ്റെ മെറ്റീരിയൽസോ ഒക്കെ ആണോ? മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് PDF മെറ്റീരിയൽസ് അല്ല, നല്ല ക്ലാസ്സോ നല്ല ടെക്സ്റ്റ് ബുക്കുകളോ അങ്ങനെയുള്ള സ്റ്റഡി മെറ്റീരിയൽ. എനിക്ക് നല്ലോണം പഠിക്കണം, അതെങ്ങനെയോ ആയിക്കോട്ടെ, എൻ്റെ പഠനം കറക്റ്റ് ആയിരിക്കണം, അതിനുള്ള മെറ്റീരിയൽ. ഈ സിലബസ് ടോപ്പിക്കും ഈ PYQനെ മനസ്സിലാക്കിയിട്ടുള്ള മെറ്റീരിയൽ. അത് നല്ല ക്ലാസ്സുകളാവാം, നല്ല ടെസ്റ്റുകളാവാം, ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് അല്ല, ടെസ്റ്റുകളാവാം, അതുപോലെ ബുക്കുകളും ആവാം. അങ്ങനെയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് റെഡിയാക്കി വെക്കുന്നു. ഓക്കെ, സോ എൻ്റെ സ്ട്രാറ്റജി ഞാൻ ഇതിൻ്റെ പുറത്ത് ഞാനൊരു ബുക്കും പേനയൊക്കെ എടുത്തിട്ട് റെഡിയാക്കി വെച്ചു. ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യണ്ടാവും? ഇതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കോംപ്രഹെൻസീവ് ആയിട്ട് കമ്പയർ ചെയ്യണം. കോംപ്രഹെൻസീവ് എന്ന് പറയാൻ കാരണം എന്താ? CBT 1 ഉം 2 ഒരുമിച്ചാണ് പഠിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് തന്നെ പഠിക്കണം. എന്ത്? CBT 1നും 2നും വേണ്ടി ഒരു 8-9 മാസത്തെ ടൈം ഷെഡ്യൂളാന്ന് വിചാരിക്കുക. CBT 2 കഴിയുമ്പോഴത്തേക്കും എന്തായാലും 8 മാസത്തിന് മുകളിൽ എടുക്കും. നമുക്ക് എക്സാം ഡേറ്റിനെ പറ്റി പറയാം. സ്റ്റിൽ 8 മാസത്തിന് മുകളിൽ എടുക്കും. സോ എനിക്ക് ഡേ 1 പഠിക്കുന്ന കാര്യം ഡേ 9-ാം മാസത്തിലെ അവസാനത്തെ ദിവസം വരെ ഓർമ്മ വേണം. ആ രീതിയിൽ കോംപ്രിഹെൻസീവ് ആയിട്ട് വേണം ഞാൻ പഠിക്കാൻ. റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം.
സിസ്റ്റമാറ്റിക് ആക്കണം എങ്ങനെയാ? ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ചെക്ക് ലിസ്റ്റിൽ ടിക്കിട്ട് പോവുക. അതിൽ തന്നെ ചില സാധനങ്ങൾക്ക് അടിവര ഇട്ട് വയ്ക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദ്യങ്ങൾ കൂടുതലാണ്, അടിവര ഇട്ട് വയ്ക്കുക. പൊളിറ്റിയിലെ ആർട്ടിക്കിൾസ് ചോദ്യങ്ങൾക്കുള്ളതാണ്, അടിവര ഇട്ട് വയ്ക്കുക. പ്രയോറിറ്റൈസ് ചെയ്യുക, അതിൽ പിന്നെ റിവൈസ് ചെയ്യുക. ഓക്കെ, സോ ഈ 4 കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. ഈ 4 കാര്യങ്ങൾ അറിഞ്ഞു നിന്നിട്ട് കാര്യമുണ്ടോ? ഇതെന്നെ എന്തായിട്ടുള്ളൂ? സ്ട്രാറ്റജി ആയിട്ടുള്ളൂ. ഈ സ്ട്രാറ്റജിനെ ഞാൻ എങ്ങനെയാണ് കറക്റ്റ് ആക്കുക? എൻ്റെ കയ്യിൽ 2 കാര്യങ്ങൾ, 2 ടൂൾസ് എൻ്റെ കയ്യിൽ എപ്പോഴും വേണം. എന്ത്? കൺസെപ്റ്റ് പഠിച്ചു വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതലാണ്. എൻ്റെ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ ചോദ്യങ്ങൾ കൂടുതലാണ്. ഞാൻ മൗലിക അവകാശങ്ങളെ പഠിച്ചു, ക്ലാസ് കണ്ടിട്ടോ നോട്ടിന്നോ പഠിച്ചു. ഓക്കെ, മൗലിക അവകാശങ്ങൾ എത്ര ഉണ്ട്? ഒരുപാട് മൗലിക അവകാശങ്ങൾ പഠിക്കാനുണ്ട്. ഏകദേശം 13 മുതൽ 30 വരെ ഉണ്ട്, 36 വരെയൊക്കെ ഉണ്ട്. സോ 13 മുതൽ 36 വരെ നമ്മൾ പഠിക്കുമ്പോൾ കുഴപ്പം എന്താ? ഈ കൺസെപ്റ്റ് കവർ ചെയ്യണ്ടേ? ഈ കൺസെപ്റ്റ് കവർ ചെയ്താൽ നമ്മുടെ ഇക്വാലിറ്റിയിലാണെങ്കിൽ 6 സബ് ഡിവിഷൻ ഉണ്ട്, ഓരോന്നിനും സബ് ഡിവിഷൻസ് ഉണ്ട്. സോ ഏകദേശം 100, 150, 200ഓളം ഫാക്ടുകൾ എന്തെങ്കിലും ഉണ്ടാവും. ഏകദേശം അത്രയും ഫാക്ടുകൾ ഫണ്ടമെന്റൽ റൈറ്റിൽ മാത്രമുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. സോ കൺസെപ്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? വിട്ടുപോകാനുള്ള സാധ്യതയില്ലേ? ഞാൻ എന്ത് ചെയ്യണം? അത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തിലൂടെ? ടെസ്റ്റിലൂടെ, പ്രാക്ടീസിലൂടെ, വീണ്ടും വായിക്കുന്നതിലൂടെ എന്ത് ചെയ്യേണ്ടവരും? പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ നമ്മൾ 2 ടൂൾസ് നമ്മുടെ കയ്യിലുള്ള കൺസെപ്റ്റ് പഠിക്കുക, റിവൈസ് ചെയ്യുക. കൺസെപ്റ്റ് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഡേ 1 മുതൽ ലാസ്റ്റ് ദിവസം വരെ കൺസെപ്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യത്തെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവനാണ് കളിക്കേണ്ടത്, ആ റിവിഷൻ. ഫോർ എക്സാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റിൽ എനിക്ക് ഒരെണ്ണം തെറ്റിപ്പോയി. റൈറ്റ് ടു ലൈഫ് എത്രാമത്തെയാണ്? തെറ്റിപ്പോയി. 19ഉം 21ഉം മാറിപ്പോയി. ആർട്ടിക്കിൾ 19ഉം ആർട്ടിക്കിൾ 21ഉം ഏകദേശം സെയിം സ്വഭാവമുള്ള ആർട്ടിക്കിൾസാണ്, മാറിപ്പോയി. ഈ മാറിപ്പോകുമ്പോൾ ഞാൻ അതിനെ ശരിയാക്കുന്നത് എങ്ങനെയാ? എൻ്റെ കൺസെപ്റ്റിൽ പോയിട്ട് തിരുത്തണം. എനിക്ക് അവിടെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. എനിക്ക് 19, 21ഉം മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനത് മനസ്സിലാക്കും. എൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോകുമ്പോഴും ഞാൻ റിവൈസ് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലാവും എന്ത് എനിക്ക് അവിടെ തെറ്റിപ്പോകുന്നുണ്ടെന്ന്. ഞാൻ കൺസെപ്റ്റ് എൻട്രി ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, കൺസെപ്റ്റ് എൻട്രി ചെയ്യുക. ഈ സൈക്കിളാണ് നിങ്ങളുടെ മേജർ ടൂള്. ഇത് മാത്രം മതി പരീക്ഷ ജയിക്കാൻ. ഹാർഡ് വർക്ക്, ഇതിനാണ് നമ്മൾ സിമ്പിൾ ലാംഗ്വേജിൽ ഹാർഡ് വർക്ക് എന്ന് പറയാം. എന്ത്? കൺസെപ്റ്റ് പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കീ ടു സക്സസ് എന്താ? റിവിഷൻ ആണ്. റിവിഷനിലേക്ക് എത്രയെങ്കിൽ എന്ത് ചെയ്യണം? കൺസെപ്റ്റ് ആദ്യമേ പഠിക്കണം. സോ ഈ 2 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? എക്സാം സ്ട്രാറ്റജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 4 കാര്യങ്ങളെ മനസ്സിലാക്കി, ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളെ പേപ്പറിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ആക്ടിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ എക്സാം ജയിക്കുന്ന ഡ്രീമിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ഈ പണികൾ നമ്മൾ എടുത്തു. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമ്മുടെ പഠിക്കുന്ന രീതി നമുക്ക് സെറ്റായി. ഓക്കെ, ഇനി ഓരോ സബ്ജക്റ്റ് ഞാൻ ഓവറോളാണ് പറഞ്ഞത്. ഓവറോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഓരോ സബ്ജക്റ്റിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. ഞാൻ ഈ പ്രത്യേകതകൾ പറയുമ്പോൾ തന്നെ ഈ പ്രത്യേകതകൾ ഓരോന്നിനെ പറ്റിയും പറയാൻ വേണ്ടി ഓരോ സാർമാർ വരും. ജനറൽ അവയർനെസ്സിനെ പറ്റി പറയാൻ വേണ്ടി ഇതിഹാസ് മാഷ് വരും, ഇന്റലിജൻസിനെ പറ്റി പറയാൻ വേണ്ടി മിഥുൻ മാഷ് വരും, അതുപോലെ മാത്തമാറ്റിക്സിനെ പറ്റി പറയാൻ വേണ്ടി വിഷ്ണു മാഷ് വരും. സോ ഇവര് അതിന്റെ ടോപ്പിക് വെച്ചിട്ട്, അതിന്റെ ഹാർഡ്നെസ് ഡിഫിക്കൽട്ടി ലെവൽ വെച്ചിട്ട്, അതിന്റെ വെയിറ്റേജ് വെച്ചിട്ട്, അതിന്റെ പ്രയോറിറ്റി മനസ്സിലാക്കി തന്നിട്ടായിരിക്കും ഓരോന്നിനെ പറ്റി പറയാം. ഞാൻ ജസ്റ്റ് ഓവറോൾ സ്ട്രാറ്റജിക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. മറ്റത് ഓരോ സബ്ജക്ട് പഠിക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ഓവറോൾ സ്ട്രാറ്റജിക്ക് നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചെക്ക് ലിസ്റ്റ് എന്തൊക്കെ വേണം, എന്തെല്ലാം കാര്യങ്ങൾ ഈ 3 സബ്ജക്റ്റിലും നോക്കണം. കറണ്ട് അഫയേഴ്സ് ജനറൽ അവയർനെസ്സിൽ വരുന്നതാണ്, പക്ഷെ നമുക്ക് വേറൊരു പോരാളിയായിട്ട് തന്നെ കാണാം. കറണ്ട് അഫയേഴ്സിന് അത്രയും മാർക്കുകൾ തരുന്ന ആളാണ്. സോ അവനെ വേറെ ആയിട്ട് തന്നെ കാണാം. ഓക്കെ, സോ ഈ 4 പേരെ എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ള വളരെ ബേസിക് ഇൻഫർമേഷൻ ഞാൻ തരാം. അതിന്റെ ഡീറ്റെയിൽസ് ആര് തരും? ഇതിന്റെ കൺസേൺഡ് ഫാക്കൽറ്റീസ് നിങ്ങളുടെ അടുത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോസ് ആയിട്ട് വരും. സോ നിങ്ങൾ അതിലെല്ലാം വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, സോ മാത്സിനെയും റീസണിങ്ങും ഞാൻ ഒരുമിച്ചാണ് കാണുന്നത്. അതിന്റെ കാരണം എന്താ? രണ്ടും ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ന്യൂമറിക്കൽസ് ആണ്. സോ മാത്സ് നല്ലോണം പഠിക്കുന്ന ആൾക്ക് റീസണിങ് എളുപ്പമാണ്. ഓക്കെ, അങ്ങനെ ആയേ പറ്റുള്ളൂ. ഇത് രണ്ടും ഒരേ സ്വഭാവമുള്ള 2 പേപ്പേഴ്സ് ആണ്. ഇനി ഇവ 2 പേരെയും കൂട്ട് 30 60 മാർക്കായി. സോ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഏരിയ ഈ ന്യൂമറിക്കൽസ് ആണ്. സോ പേന എത്ര പെട്ടെന്ന് ചലിപ്പിക്കാൻ പറ്റുമോ, എത്ര പെട്ടെന്ന് മാത്സിന്റെ ചോദ്യങ്ങൾ തലയിൽ ചെയ്യാൻ പറ്റുമോ, അവനാണ് NTPC ക്രാക്ക് ചെയ്തവൻ. ആ ആളാണ് NTPC ക്രാക്ക് ചെയ്തത്. ജനറൽ അവയർനെസ്സിൽ ഒരുപാട് സമയം കളയുന്നത് മാത്രമല്ല, സോ നമ്മൾ മാത്സിനെയും റീസണിങ്ങിനെയും വിടരുത്. അതിൽ പ്രത്യേകം പറയേണ്ട ആൾ റീസണിങ് ആണ്. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് നോക്കണം എന്താ? ഹൈ പ്രഡിക്റ്റബിലിറ്റി ആണ് മാത്സിന്. അതെന്താ ഹൈ പ്രഡിക്റ്റബിലിറ്റി? മാത്സിൽ ഒരു 20, മാത്സിലും റീസണിങ്ങിലും 20ഓളം സബ്ജക്ട്സ് ആണുള്ളത്, അല്ലെങ്കിൽ 20ഓളം ടോപ്പിക്സ് ആണുള്ളത്. ഈ 20 ടോപ്പിക്സ്, ഫോർ എക്സാമ്പിൾ ടൈം ആൻഡ് വർക്ക് എടുത്തു, അല്ലെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്തൊക്കെ ചോദിക്കാം? ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ നേരത്ത് ഒരു കാർ എടുത്ത സമയം ചോദിക്കാം, ഡിസ്റ്റൻസ് ചോദിക്കാം, സ്പീഡ് ചോദിക്കാം. ഓക്കെ, സമയം കണ്ടുപിടിക്കാൻ ചോദിക്കാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, സ്പീഡ് കണ്ടുപിടിക്കാൻ ചോദിക്കാം.
ഈ മൂന്നല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതിൽ ന്യൂമറിക്കൽസ് മാറ്റിയിട്ട് പല ചോദ്യങ്ങൾ ചോദിക്കും. സോ എനിക്കറിയാം അതൊക്കെ ചോദിക്കുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. പൂള് ചെറുതാണ്, മനസ്സിലായില്ലേ? ഏരിയ ചെറുതാണ്, വാസ്റ്റ് ഏരിയ അല്ല, സ്മോൾ ഏരിയ ആണ്. വാസ്റ്റ് പ്രിപ്പറേഷൻ ആണ് വേണ്ടത്, വാസ്റ്റ് പ്രാക്ടീസ് ആണ് വേണ്ടത്. കറക്റ്റ് അല്ലേ? അടുത്ത നമുക്ക് ടോപ്പിക് എടുക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന് എത്ര ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്? വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൂ. പക്ഷെ അതിന്റെ ലെവലുകൾ മാറാം, ടൈപ്പുകൾ മാറാം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ എല്ലാ ടൈപ്പും ചെയ്തിട്ട് പോയവനാണെങ്കിൽ ആൾക്ക് ബുദ്ധിമുട്ടില്ല. സോ പ്രാക്ടീസ് കൂട്ടിയാൽ മതി. ഏരിയ ചെറുതാണ്, സോ പ്രഡിക്റ്റബിലിറ്റി കൂടുതലാണ്. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസിന് 2 ചോദ്യം ചോദിക്കും എന്തായാലും. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ 4 ചോദ്യം എന്തായാലും ചോദിച്ചിരിക്കും. ഈ 4 ചോദ്യം ഞാൻ ആ ഏരിയ കവർ ചെയ്തു, അതിന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് എനിക്ക് 4 മാർക്ക് കിട്ടും. കമ്പയറിംഗ് ടു ജനറൽ അവയർനെസ്, മോഡേൺ ഇന്ത്യയിലെ 4 ചോദ്യം ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ 4 ചോദ്യം മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എവിടേക്കെന്നൊക്കെ ചോദിക്കാം. ഗാന്ധിയുടെ ലൈഫ് ചോദിക്കാൻ പാടില്ലേ? ബ്രിട്ടീഷുകാർ വന്നത് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്സ് ചോദിക്കാം. സോ അത്രയും വാസ്റ്റ് സിലബസ് ഇത് ഏത് ഫാക്ട് വേണമെങ്കിലും ചോദിക്കാം. പാനിപ്പത്ത് യുദ്ധം 1, 2, 3 ചോദിക്കാം. ടെറൈൻ യുദ്ധം 1, 2, 3 ചോദിക്കാം. എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, സോ ഇത്രയും വാസ്റ്റ് ഏരിയനെയാണ് ജനറൽ അവയർനെസ്സിൽ കവർ ചെയ്യേണ്ടത്. പ്രഡിക്റ്റബിലിറ്റി കുറവാണ്. ഏത് ഏരിയ ചോദിക്കും എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം കവർ ചെയ്യുക. കുറച്ച് ഹെക്ടിക്കാണ് ജനറൽ അവയർനെസ്. മാത്സ് അങ്ങനെയല്ല. കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്താൽ, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഹൈലി പ്രഡിക്റ്റബിൾ ആണ്. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് മാത്സിന്റെ വീഡിയോയിൽ മാഷ് പറയുന്നുണ്ടാവും. അടുത്തത്, കുറച്ച് എഴുതുക, കൂടുതൽ സമയം. എങ്ങനെയാണ്? ലെസ് റൈറ്റിംഗ് മോർ ടൈം. നിങ്ങൾ കുറച്ച് എഴുതിയാൽ നിങ്ങൾക്ക് എക്സാമിന് സമയം ലാഭിക്കാം. 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻ. സോ സ്റ്റെപ്സിന്റെ എണ്ണം കുറയ്ക്കുക. പ്രാക്ടീസ് ചെയ്ത് ചോദ്യം കാണുമ്പോൾ ഉത്തരം എഴുതാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക. അപ്പോഴേ സമയം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. സമയം ഒരു വലിയ ഘടകമാണ്. NTPCക്ക് അത്ര പ്രശ്നമല്ല, സ്റ്റിൽ ഒരു ഘടകമാണ്. സോ കുറച്ച് ടോപ്പിക്സ് എഴുതുക, കുറച്ച് സ്റ്റെപ്പ് എഴുതുന്ന അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ എത്തിക്കുക. ഇപ്പൊ റീസണിംഗ് ഒക്കെ ആണെങ്കിൽ ചോദ്യം കണ്ട ഉത്തരം കിട്ടണം. ക്യൂബ്സ് ആൻഡ് ഡൈസിന്റെ ഒരു ഫേസ് കണ്ടാൽ അപ്പർ ഫേസ് പറയാൻ പറ്റണം. അതെങ്ങനെയാ? പ്രാക്ടീസിലൂടെ മാത്രമേ അത് വരുള്ളൂ. സോ പേന ചലിപ്പിക്കാതെ ഉത്തരം എഴുതാൻ പറ്റണം റീസണിങ്ങിന്. മാത്സിലാണെങ്കിൽ വളരെ കുറച്ച് പേന ചലിപ്പിച്ചിട്ട് വേണം ഉത്തരത്തിലേക്ക് എത്താൻ. അടുത്ത പോയിന്റ്, ഹൈ വെയിറ്റേജ് ടോപ്പിക്കിനെ പ്രത്യേകം മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, പിന്നെ മെൻസുറേഷൻ, ഇതുപോലെ ടോപ്പിക്കിന് ചോദ്യങ്ങൾ കൂടുതലാണ്. അവർക്ക് വെയിറ്റേജ് കൂടുതൽ കൊടുക്കുക. മനസ്സിലായില്ലേ? അടുത്തത്, കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സ്ട്രാറ്റജി നമുക്ക് മാത്സിൽ ഉപയോഗിക്കാം. ഈ സ്ട്രാറ്റജി എന്താണെന്ന് വിഷ്ണുമാഷ് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടാവും. മാത്സിന്റെ ഓറിയന്റേഷൻ വീഡിയോ നിർബന്ധമായിട്ടും കാണാം. സോ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുന്നതിന് മുന്നേ പെർസെൻറ്റേജ് കവർ ചെയ്യുക. പെർസെൻറ്റേജ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുക. അത് രണ്ടും കമ്പൈൻ ചെയ്ത് ഒരു ടോപ്പിക്കായിട്ട് പഠിക്കുക. കാര്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താ? ശതമാനമാണ്. ഡിസ്കൗണ്ട് ഇത്ര ശതമാനം കൊടുത്തു, ഇത്ര ശതമാനമാണ് കോസ്റ്റ് പ്രൈസ്, ഇത്ര ശതമാനമാണ് സെല്ലിംഗ് പ്രൈസ്. അതാണ് എന്ത്? പെർസെൻറ്റേജ് തന്നെയാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസും. സോ പെർസെൻറ്റേജും പ്രോഫിറ്റ് ആൻഡ് ലോസും ഒരുമിച്ച് കവർ ചെയ്യുക. LCM HCFും ടൈം ആൻഡ് വർക്കും ഒരുമിച്ച് കവർ ചെയ്യുക. കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. റേഷ്യോ പ്രപ്പോർഷനും ടൈം ആൻഡ് വർക്കും അങ്ങനെ ബേസിക്സ് കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അഡ്വാൻസിലേക്ക് പോവുക. അത് രണ്ടും ഒരുമിച്ച് പഠിക്കുക. സോ പഠിച്ചത് ഓർത്തിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് ചോദ്യങ്ങളുടെ ടൈപ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് വ്യക്തമായിട്ട് വിഷ്ണുമാഷ് വീഡിയോയിൽ പറയുന്നുണ്ടാവും. കോമ്പിനേഷൻ സ്ട്രാറ്റജി മാക്സിമം ഉൾപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്സ് മനസ്സിലാക്കുക. അപ്പോൾ വർക്ക് ആൻഡ് ടൈമിൽ തന്നെ ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. A വർക്ക് ചെയ്യാൻ വന്നു, Aയും Bയും വർക്ക് ചെയ്യാൻ വന്നിട്ട് B ഇത്ര ദിവസം കഴിഞ്ഞിട്ട് പോയി. A B C വർക്ക് ചെയ്യാൻ വന്നിട്ട് Aയും Bയും ഇത്ര ദിവസം കഴിയുമ്പോൾ പോയി. സോ ഇങ്ങനെയുള്ള ടൈപ്പുകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് പെട്ടെന്ന് ഞാൻ പഠിക്കാത്തൊരു ടൈപ്പ് വന്നാൽ എന്ത് ചെയ്യും? എൻ്റെ പരീക്ഷനെ മൊത്തം ബാധിക്കും. ഞാൻ അവിടെ ഇട്ട് സമയം കളഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനത് ചെയ്യരുത്. ഞാൻ എന്ത് ചെയ്യണം? എല്ലാ ടൈപ്പും മനസ്സിലാക്കുക. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ക്ലാസ്സുകൾ പഠിപ്പിക്കുമ്പോൾ സാർമാർ പഠിപ്പിക്കുന്നുണ്ടാവും. 5 ടൈപ്പ് ചോദ്യങ്ങളാണ് ഏറ്റവും ക്യൂബ്സ് ആൻഡ് ഡൈസിൽ ഈ പറയുന്ന 5 ചോദ്യങ്ങളാണ് ചോദിക്കുക. ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് 5 ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് പഠിക്കുക. ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ കവർ ചെയ്തോ നിങ്ങൾ സെറ്റാണ്. അതിന്റെ അപ്പുറത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. സോ ഞാൻ കോൺഫിഡന്റ് ആയിട്ട് എന്ത് ടൈപ്പ് ചോദ്യം ചോദിച്ചാലും എനിക്കത് കാണുമ്പോൾ മനസ്സിലാവും. ടൈപ്പ് തിരിച്ച് തന്നെ പഠിക്കുക. വെറുതെ കാർഡടിച്ച് പഠിക്കില്ല. ഒരു ചോദ്യം കണ്ടു ചെയ്ത് നോക്കി, അങ്ങനെയല്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ടൈപ്പ് തിരിച്ച് തന്നെ മാത്സും റീസണിങ്ങും ടൈപ്പ് തിരിച്ച് തന്നെ പഠിക്കുക. അടുത്തത്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. ഈ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ഒരു കുഴപ്പമുണ്ട്, എല്ലാവരും കവർ ചെയ്യും. വളരെ എളുപ്പമാണ്, നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഫോർമുലാസ് പഠിക്കാനോ കഷ്ടപ്പെട്ട് പഠിക്കാനോ മറന്നു പോകാനൊക്കെ സാധ്യത കുറവാണ്. പ്രാക്ടീസ് ഉണ്ടോ എളുപ്പത്തിൽ കവർ ചെയ്യാം. സോ ഭൂരിഭാഗം ആൾക്കാരും ഈ 35 മാർക്കോ 30 മാർക്കോ വാങ്ങിച്ചിരിക്കും. ഇത് വാങ്ങിക്കാത്തവൻ ഗെയിമിൽ നിന്ന് പുറത്താവും. കാര്യം എന്താ? ഏറ്റവും എളുപ്പമുള്ള ഭാഗം റീസണിങ് ആണ്. ഒരു സാമാന്യ ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം റീസണിങ് എളുപ്പമായിരിക്കും. ജനറൽ അവയർനെസ് വാസ്റ്റ് ആണ്. മാത്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റീസണിങ് അതിൻ്റെ ഇടയിൽ വെക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? റീസണിങ്
മര്യാദയ്ക്ക് കവർ ചെയ്യുക. പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് റീസണിങ്ങിന്റെ മാർക്ക് പോകുന്നത്. 100% ഷുവറാണ്. പ്രാക്ടീസ് കറക്റ്റായിട്ട് ചെയ്യുക. റീസണിങ് എന്താണ്? ജനറലാണ്, ജനറൽ ഇന്റലിജൻസ് ആണ്, എല്ലാവർക്കും ഉള്ള കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുക? അതിനെ സ്ട്രീം ലൈൻ ചെയ്യുക. ആ പണി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ മാത്സിലും റീസണിങ്ങിലും ശ്രദ്ധിക്കുക. ഇത്രയും ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ? നമുക്ക് അതിനൊന്ന് രൂപപ്പെടുത്തിയെടുക്കണ്ടേ? എങ്ങനെ രൂപപ്പെടുത്താം? നമ്മൾ ക്ലാസ് കാണാം. അതിൽ ഫണ്ടമെന്റൽ ക്ലാസ്സസ് വേണം, ടൈപ്സ് തിരിക്കണം, അതിന്റെ നോട്ടുകൾ ഉണ്ടാക്കുക. ഓക്കെ, കോമ്പിനേഷൻ സ്ട്രാറ്റജി ഉപയോഗിക്കുക, ടൈപ്സ് തിരിക്കുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഈ ഷോർട്ട് നോട്ടിന് നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്ലാസ് എല്ലാം ഞാൻ പഠിച്ചു തീർത്തു, അതിന് ഞാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് സംഘടിപ്പിക്കുക, ആ ക്വസ്റ്റ്യൻസിനെ പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുക? മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, ടൈപ്പ് വൈസിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ടിക്സും ട്രിപ്സും ഒക്കെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ എഴുതി വെക്കുക. പക്ഷെ എൻ്റെ ഈ ഷോർട്ട് നോട്ടിനെ എൻറിച്ച് ചെയ്യുക. മനസ്സിലായില്ലേ? ഞാൻ ക്ലാസ് ചെയ്തു, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്തു, അതിനെ റിവൈസ് ചെയ്തു. എങ്ങനെ? ഡെയിലി, വീക്ക്ലി, ടോപ്പിക് വൈസ് ആയിട്ട് റിവൈസ് ചെയ്തു. മനസ്സിലാവുണ്ടോ? ഞാനൊരു ക്ലാസ് കണ്ടു, കൂടുതൽ ക്വസ്റ്റ്യൻ ആ ക്ലാസ്സിന്റെ അന്ന് വൈകുന്നേരം തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, പിന്നെ ഡെയിലി ബേസിലും വീക്ക്ലി ബേസിലും ഓരോ ടോപ്പിക് തീരുന്ന ബേസിലും ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ടെസ്റ്റുകൾ വെച്ച് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. ക്ലാസ് കണ്ടു, പ്രാക്ടീസ് ചെയ്തു, റിവൈസ് ചെയ്തു. ഈ ഫ്ലോയിൽ തന്നെ പഠിക്കുക. എന്നാലേ നമുക്ക് ടൈപ്പുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഷോർട്ട് നോട്ട് നമ്മുടെ 8ാം മാസമോ 7ാം മാസമോ എത്തുമ്പോൾ നമ്മുടെ ഷോർട്ട് നോട്ട് നല്ല അടിപൊളി ഷോർട്ട് നോട്ടായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഈ ഫ്ലോയിൽ തന്നെ പഠിക്കുക. ഓക്കെ, അടുത്തത് ഇനിയുള്ളൊരു കൊമ്പനാരാ? ജനറൽ അവയർനെസ്സാ. 40 മാർക്കും 50 മാർക്കൊക്കെ ഉള്ളൊരു കൊമ്പനാണ് ജനറൽ അവയർനെസ്. ഈ പുള്ളിക്കാരനെ കീഴടക്കാൻ മാത്രമേ NTPC ഇങ്ങോട്ട് പോരുള്ളൂ. മാത്സും റീസണിങ്ങും കഷ്ടപ്പെട്ടാൽ പോരും. ഇവിടെ നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതിഹാസ് മാഷ് പറഞ്ഞു തരുന്നുണ്ടാവും. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതിഹാസ് മാഷ് പറയുന്നുണ്ടാവും. ആ വീഡിയോ കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കാം. എങ്ങനെ ജനറൽ അവയർനെസ്സിനെ കീഴടക്കാം, എങ്ങനെ NCERT ഉപയോഗിക്കാം. അപ്പോൾ NCERT നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാം മേജറായിട്ട്. കാര്യം എന്താ? എല്ലാവരുടെ കയ്യിലുള്ളൊരു ബുക്കാണ് NCERT. അങ്ങ് നോർത്ത് ഈസ്റ്റിന്റെ അറ്റത്തിരിക്കുന്ന ആളും ഇങ്ങ് തമിഴ്നാടിന്റെ അറ്റത്തിരിക്കുന്ന ആളുടെയും ബേസിക്കലി എന്തുണ്ട്? NCERT ഉണ്ട്. എപ്പോഴും RRB അല്ലെങ്കിൽ ഒരു എക്സാം നടത്തുന്ന ആൾ വിചാരിക്കുന്നത് എന്തായിരിക്കും? എല്ലാവർക്കും ഇക്വാളിറ്റി വേണമല്ലോ, എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് വേണം. അത് NCERT ആണ്. ആ NCERT നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. NCERT എങ്ങനെ ചോദ്യങ്ങൾ വരിക എന്ന് കറക്റ്റായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട് ഡീകോഡിങ് NCERT എന്ന് പറയുന്ന ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് NCERT ചോദ്യങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് എക്സാമ്പിൾ വെച്ച് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. NCERT ചോദ്യങ്ങൾ വെച്ചിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. NTPCക്കും RRBയുടെ മറ്റ് പരീക്ഷകൾ ALP JK ചോദ്യങ്ങൾ വെച്ചിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും NCERT മഹത്വം എത്താന്ന്. ഓക്കെ, NCERT മാത്രം മതിയോ? പോരാ, അതിന്റെ പുറത്ത് കൺസെപ്റ്റും കൂടെ കവർ ചെയ്യണം. അടുത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയയും കൂടെ അനലൈസ് ചെയ്ത് വെക്കുക. കാര്യം എന്താ? ഞാൻ പറഞ്ഞു ഇത്രയും വാസ്റ്റ് ഏരിയ ആണ്. ഈ വാസ്റ്റ് ഏരിയ എവിടെ നിന്ന് വേണേലും ചോദിക്കാം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള RRBക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഏതാണ്? ആ ഏരിയയിൽ ചോദ്യങ്ങൾ കൂടുതൽ. അങ്ങനെയൊക്കെ സ്മാർട്ടായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അടുത്തത് കറണ്ട് അഫയേഴ്സ് ജനറൽ അവയർനെസ്സിൽ വലിയൊരു പ്ലെയർ ആണ്. ഓക്കെ, എന്താണ്? ജനറൽ അവയർനെസ്സിന്റെ 30 to 40% കറണ്ട് അഫയർ ആണ്. നേരിട്ട് കറണ്ട് അഫയർ ചോദിക്കും, നേരിട്ട് സ്പോർട്സ് ചോദിക്കും. കറണ്ട് അഫയറിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഇന്ത്യൻ പൊളിറ്റിയിൽ വന്ന കാര്യങ്ങൾ, ഇന്ത്യൻ എക്കണോമിയിൽ വന്ന കാര്യങ്ങൾ. ഇപ്പൊ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ വന്ന മാറ്റങ്ങൾ ഇങ്ങനെ GDP എല്ലാം കറണ്ട് അഫയർ ആണ്. പക്ഷെ എന്താ? എക്കണോമിക്സ് ആണ്. സോ കറണ്ട് അഫയർ ഇൻസ്പയർ ചെയ്തിട്ടും നേരിട്ട് കറണ്ട് അഫയർ സ്പോർട്സും ബുക്സും ഇമ്പോർട്ടൻ്റ് ഡേയ്സും എല്ലാം ചോദിക്കാം. സോ ഡെയിലി ബേസിൽ തന്നെ കറണ്ട് അഫയർ കവർ ചെയ്ത് വെക്കാം. 30 to 40 മാർക്ക് ജനറൽ അവയർസിന് ആരാണ്? കറണ്ട് അഫയർ ആണ്. ഏത് ടോപ്പിക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് കറണ്ട് അഫയർ ക്രാക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ അല്ലേ? അടുത്തത് കറണ്ട് അഫയർ എങ്ങനെ പഠിക്കാം? വീക്ക്ലി കറണ്ട് അഫയർ കമ്പൈലേഷൻ എന്നുള്ള രീതിയിൽ പഠിക്കാം. ഡെയിലി കവർ ചെയ്യാം. ഡെയിലി കവർ ചെയ്യാൻ പറ്റാത്തൊരു വീക്ക്ലി എങ്കിലും കവർ ചെയ്യാം. കറണ്ട് അഫയർ മെയിൻ ആണ്. സോ വീക്ക്ലി എങ്കിലും കവർ ചെയ്യാം. ഇനി മന്ത്ലി കമ്പൈലേഷൻ വായിക്കാൻ പറ്റുന്നവർ മന്ത്ലി കമ്പൈലേഷൻ വായിക്കുക. അത് പറ്റാത്തവർ 6 monthsലോ 1 yearലോ എങ്കിലും കമ്പൈലേഷൻ പഠിക്കുക. ഓക്കെ, കമ്പൈലേഷന്റെ ഗുണം എന്താ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഞാൻ എന്ത് ചെയ്തു? ഒരു ദിവസം ഇരുന്നിട്ട് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു. ഒരാഴ്ച കഴിയുമ്പോൾ റിവൈസ് ചെയ്തു. സോ ഒരേപോലെയുള്ള ഡാറ്റ ആയതുകൊണ്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഡെയിലി പഠിക്കുമ്പോൾ എന്താ? ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് ഡേ ഉള്ളൂ, നാളെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഡേ വന്നു. ഓക്കെ, നാളെ ഗാന്ധി ജയന്തി എന്ന് വിചാരിക്കും, അടുത്ത ദിവസം വേറൊരു ഡേറ്റ് ആണ്. സോ ഇതെല്ലാം ക്ലട്ടേർഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് മനസ്സിലാവാൻ പാടാണ്. കമ്പൈലേഷനിലെ ഗുണം എന്താ? കഴിഞ്ഞ 6 മാസത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, കഴിഞ്ഞ 6 മാസം റിലീസായിട്ടുള്ള ബുക്കുകൾ, കഴിഞ്ഞ 6 മാസത്തിലുള്ള സ്പോർട്സ് ഇവന്റ്സ് അതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ എനിക്ക് നോട്ടുകളിൽ ആഡ് ചെയ്യാം. എനിക്ക് സ്പോർട്സിന് ഒരു നോട്ട് ഉണ്ടാവും, എനിക്ക് ഇമ്പോർട്ടൻറ്റ് ഡേയ്സിന് ഒരു നോട്ട് ഉണ്ടാവും. അങ്ങനെ എല്ലാം നോട്ട് ഉണ്ടാക്കി വെക്കും. പരീക്ഷയ്ക്ക് മുന്നേ ഈ നോട്ടൊന്ന് മറച്ചു നോക്കിയാൽ മതിയാവും എനിക്ക്.
ഓക്കെ, പരീക്ഷയ്ക്ക് മുന്നേ ഞാനിപ്പോൾ എല്ലാ ഡേയ്സും ഓർത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല. പരീക്ഷയ്ക്ക് മുന്നേ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു പോയി, അപ്പൊ എനിക്ക് റിട്ടൻഷൻ കൂടുതലായിരിക്കും, ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സോ എന്ത് ചെയ്യുക, കമ്പൈലേഷൻസ് ആക്കിയിട്ട് വെക്കുക. വീക്കിലി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫെയർ ഫോളോ ചെയ്യുക. ഓക്കെ, ഇതൊരു പൈ ചാർട്ടാണ്. എത്ര 66%, 33% ആണ്. ഏകദേശം 30 to 40% കറണ്ട് അഫെയർ ആണ്. 2019 NTPC ബേസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാലോ. ഓക്കെ അല്ലേ? സോ ഇത്തരം കാര്യങ്ങളാണ് ജനറൽ അവയർനെസ്സിലുള്ളത്. ജനറൽ അവയർനെസ്സിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി. എന്തെല്ലാണ്ട് NCERT പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക, കറണ്ട് അഫെയറിന് പ്രത്യേകം കോൺസെൻട്രേഷൻ കൊടുക്കുക. അടുത്തത്, ഇത് പഠിക്കേണ്ട രീതി എങ്ങനെയാ? നമ്മൾ നേരത്തെ മാത്സിന് പറഞ്ഞില്ലേ, എങ്ങനെയാ? ആദ്യം കൺസെപ്റ്റ് ക്ലാസ് കവർ ചെയ്യുക. ആദ്യം NCERT ബേസ് ആയിട്ടുള്ള കൺസെപ്റ്റ് ക്ലാസ് കവർ ചെയ്യുക. നിമോണിക്സ് വച്ച് തന്നെ പഠിക്കുക. ഓക്കെ, നിമോണിക്സ് വച്ച് തന്നെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ പഠിക്കാനുണ്ടാവും. നിങ്ങൾ അതിനെ അക്കങ്ങളാക്കി പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നെയിം ഇട്ട് പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ഫുൾ സിലബസ് കവറേജ്. നിങ്ങൾ ആദ്യം NCERT നിന്ന് ഫൗണ്ടേഷൻ എല്ലാം കവർ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞാൽ ഈ NCERT മതിയാവോ? NCERT മതിയാവില്ല, അതിന്റെ പുറത്തേക്ക് വേണം. NCERT ഈ പറയുന്ന പോലെ എല്ലാ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ടാവോ? പൊളിറ്റിയിലെ എല്ലാ ആർട്ടികളും കവർ ചെയ്തിട്ടുണ്ടാവോ? അല്ലെങ്കിൽ ജോഗ്രഫിയിൽ ഇന്ത്യയിലെ എല്ലാ മാപ്പിന്റെ വശങ്ങളും കവർ ചെയ്തിട്ടുണ്ടാവോ? ഇല്ല. സോ NCERT ഫൗണ്ടേഷൻ ആക്കാം. ഞാൻ ആദ്യമായിട്ട് +2 ഹ്യൂമാനിറ്റീസോ +2 കൊമേഴ്സോ അല്ലെങ്കിൽ ഡിഗ്രി വിഷയങ്ങൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടൊക്കെ വരുന്നതാണെങ്കിൽ എനിക്ക് ജനറൽ അവയർനെസ്സിൽ വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. സോ ആ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 6ാം ക്ലാസ് മുതൽ മുകളിലായിട്ടുള്ള NCERTs കവർ ചെയ്യുന്നു. ഏതെല്ലാമാണ് കവർ ചെയ്യുന്നതെന്ന് ഇതിഹാസ മാഷ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടാവും. സോ 6ാം ക്ലാസ് മുതൽ മുകളിലോട്ടുള്ള NCERTs ഞാൻ ഓരോന്നായിട്ട് എന്റെ ലെവൽ അനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എനിക്ക് 9ലേക്കോ 10ലേക്കൊക്കെ പോവാം. എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ താഴോട്ട് വരിക. 6 മുതൽ മുകളിലുള്ള NCERT കവർ ചെയ്യുക. NCERT കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ സിലബസ്, വേറെ മെറ്റീരിയൽസ് കണ്ടുപിടിച്ചിട്ട് ഫുൾ സിലബസ്, ബുക്സ് എല്ലാം വെച്ചിട്ട് ഫുൾ സിലബസ് കവർ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച സിലബസ്, ആ സിലബസ് ഓരോന്നോരോന്നും ടിക്ക് ചെയ്യുക, കവർ ചെയ്യുക. അത് കവർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, അടുത്ത നോട്ട്സിലേക്ക് കടക്കാം. ഇത് കവർ ചെയ്യുമ്പോൾ തന്നെ ഫാക്ടുകളുള്ള ടേബിളുകൾ, ഫോർ എക്സാമ്പിൾ INC സെഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷൻസ് എല്ലാം ഞാൻ ഒരു ടേബിളാക്കി വെച്ചു. ഇന്ത്യൻ വൈസ്രോയ്സിന്റെ പേരെല്ലാം ടേബിളാക്കി വെച്ചു. ഓക്കെ, ജോഗ്രഫിയിൽ ഓരോ സ്റ്റേറ്റിന്റെ CM, ഗവർണർ എല്ലാം ഞാൻ എന്ത് ചെയ്തു, ടേബിളാക്കി വെച്ചു. ഇങ്ങനെയുള്ള ടേബിളുകൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടും. ഞാൻ എൻ്റെ മനസ്സിൽ അത് റീറ്റൈൻ ചെയ്യും. എൻ്റെ നോട്ടിൽ ഇന്ന സ്ഥലത്ത് അതുണ്ട്, പെട്ടെന്ന് പോയി ഓടിച്ച് നോക്കാം, എനിക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. സോ ഫാക്ട് ടേബിൾസ് ഉണ്ടാക്കി വെക്കുക, ക്രിസ്പ് നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. സോ ഈ ഫാക്ട് ടേബിൾസും ക്രിസ്പ് നോട്ടുകളും എന്തിൻ്റെ ഉണ്ടാക്കി വെക്കണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈവൈറ്റേജ് ഏരിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ തന്നെ കണ്ടുപിടിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ കവർ ചെയ്യുക? ഒരു നല്ല കോഴ്സിന് ചേരുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ബുക്ക് വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിലേക്ക് വരും. ഇത് ഓരോന്നോരോന്നായിട്ട് ചകഞ്ഞു പോകേണ്ട അവസ്ഥ വരില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് ഒരു ത്വര ഉള്ളിൽ നിന്ന് വരും. സോ നിങ്ങൾ ഇതെല്ലാം ചെയ്തു തുടങ്ങും. നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ് കണ്ടു, അതിൻ്റെ നോട്ട് ഉണ്ടാക്കി, റിവിഷൻ ചെയ്തു, ടെസ്റ്റുകൾ ഉപയോഗിച്ച് റിവിഷൻ ചെയ്തു. ഡെയിലി വീക്ക്ലി ടോപ്പിക്ക് തീരുന്ന അനുസരിച്ച് ടെസ്റ്റുകൾ വെച്ച് അതിനെ റിവിഷൻ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ക്ലാസ് കാണുക, NCERT, അതുപോലെ ടിപ്സ് ട്രിക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ ക്രാക്ക് ചെയ്യുക, നോട്ട് ഉണ്ടാക്കുക, നോട്ടിൽ ടേബിൾസും നോട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തുക, റിവിഷൻ ചെയ്യുക. 3 കടമ്പേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. സോ നമ്മൾ മാത്സും റീസണിങ്ങും ജനറൽ അവയർനെസ്സും മനസ്സിലാക്കി. ഓക്കെ, സോ നമ്മുടെ സബ്ജക്ട് വൈസുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഈ ജനറൽ അവയർനെസ്സിൽ വിട്ടുപോയ കാര്യം എന്താ, Day 1 മുതൽ കറണ്ട് അഫെയർ കവർ ചെയ്യണം കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, വീക്കിലി ബേസിൽ എങ്കിലും കറണ്ട് അഫെയർ കവർ ചെയ്യണം. അത് താഴെ ഉണ്ട്. സോ ഇതിന്റെ കൂടെ തന്നെ കറണ്ട് അഫെയർ നോട്ടുണ്ടാക്കി പോവുക, പഠിച്ചു പോവുക. ഞാൻ പറഞ്ഞില്ലേ, 100 ചോദ്യം ഉണ്ടെങ്കിൽ 40 ചോദ്യം കറണ്ട് അഫെയറാ. 40 ചോദ്യം ഉണ്ടെങ്കിൽ 10, 12 ചോദ്യം, 15 വരെ ചോദ്യങ്ങൾ എന്താ, കറണ്ട് അഫെയർ. 40 ചോദ്യത്തിന്റെ 12 to 15 ക്വസ്റ്റ്യൻസ് എന്താണ്, കറണ്ട് അഫെയർ എന്നാ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, നമ്മൾ എന്ത് മനസ്സിലാക്കി, മാത്സ് മനസ്സിലാക്കി, റീസണിങ് മനസ്സിലാക്കി, അവയർനെസ് മനസ്സിലാക്കി, ഇതെല്ലാം പഠിക്കേണ്ട ഓവറോൾ പ്ലാനും ഉണ്ടാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് റിവൈസ് ചെയ്യാനുള്ള എഫക്റ്റീവ് മെത്തേഡ് എന്താ? ഞാൻ പഠിച്ചത് ഒന്നും കൂടെ എടുത്ത് വായിച്ചു നോക്കാം. ശരിയാണ്, അതൊരു എഫക്റ്റീവ് മെത്തേഡാണ്. അതിലും നല്ലൊരു മെത്തേഡ് ഉണ്ട്. എന്താ, ഞാൻ പഠിച്ച കാര്യങ്ങളെ ഞാൻ ചെയ്തു നോക്കി തെറ്റിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു നോക്കി ശരിയാക്കുകയാണ്. ശരിയാക്കുമ്പോൾ ഒന്നും കൂടെ എൻ്റെ മനസ്സിലേക്ക് ഇരിക്കും. തെറ്റിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ നോട്ടിൽ പോയി തിരുത്തും. മനസ്സിലാവുണ്ടോ? ഞാൻ ആദ്യം ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ പഠിച്ചു, അല്ലെങ്കിൽ ജോഗ്രഫിയിൽ ഒരു ലൊക്കേഷൻ പഠിച്ചു. എൻ്റെ മനസ്സിൽ ഇന്ന സ്ഥലത്താണെന്നാണ്, പക്ഷെ ആ സ്ഥലത്തല്ല, ആ സ്ഥലം ശരിക്കുള്ളത് അവിടെയല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ നോട്ടിൽ പോയാൽ തിരുത്തുന്നുണ്ടാവും. തെറ്റിപ്പോയാൽ കൂടുതൽ ഗുണം. തെറ്റിപ്പോകുമ്പോൾ ആരും നിരാശപ്പെടണ്ട. തെറ്റിപ്പോയാൽ ഗുണം കൂടുതലാണ്. എന്താ, പരീക്ഷയ്ക്ക് തെറ്റിച്ചില്ലോ, ഞാൻ ഇപ്പോൾ തെറ്റിച്ച് എൻ്റെ ബേസ് കറക്റ്റാക്കി വെച്ചല്ലോ. സോ എന്ത് ചെയ്യണം, ടെസ്റ്റ് വെച്ച് നമ്മൾ റിവൈസ് ചെയ്യാം. എങ്ങനെ റിവൈസ് ചെയ്യണം? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, കൺസെപ്റ്റ് റെഡിയാക്കുക, ടെസ്റ്റ് വെച്ച് റിവൈസ് ചെയ്യാം. നമ്മൾ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാം. എന്താ, നമ്മുടെ മനസ്സ്
അത്രയും മെമ്മറി നമ്മുടെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇരിക്കണേ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് ഇത് കയറുമായിരിക്കും, നമ്മൾ മറന്നുപോകും. സോ ഈ മറന്നു പോകാതിരിക്കാനുള്ള വഴി എന്താ? എല്ലാവരും പറയും നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പഠിക്കണം, റിവൈസ് ചെയ്യണം, ഓർത്തിരിക്കണം. എങ്ങനെ? ഫ്രീക്വൻസി എത്രത്തോളം ആയിരിക്കണം? നിങ്ങൾ ഡെയിലി ബേസിൽ ടെസ്റ്റുകൾ ചെയ്യാം. അന്ന് പഠിച്ച കാര്യങ്ങൾക്ക് അന്ന് ടെസ്റ്റ് ചെയ്യാം, ഡെയിലി ടെസ്റ്റ്. ഒരു വീക്ക് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി റിവിഷനെ വീക്ക്ലി റിവിഷനിൽ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക, വീക്ക്ലി ബേസിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഈ ഡെയിലി വീക്കിലി റിവൈസ് ചെയ്ത് തന്നെ ഒരു സബ്ജക്റ്റിന്റെ പകുതി ആവുമ്പോൾ വീണ്ടും സബ്ജക്ട് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മന്ത്ലി ടെസ്റ്റ് ചെയ്യുക. സോ ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, സബ്ജക്ട് ടെസ്റ്റ്, ഇത് മൂന്നും നിർബന്ധമായിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഡേ 1 പഠിച്ചത് 8ാം മാസത്തിലെ ഡേ അവസാനം അല്ലെങ്കിൽ പരീക്ഷയുടെ തലേന്ന് വരെ ഓർത്തിരിക്കണം. എന്ത് ചെയ്യണം? ടെസ്റ്റുകൾ ഉണ്ടാക്കണം, റിവൈസ് ചെയ്യണം, നോട്ട് ഉണ്ടാക്കണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ടെസ്റ്റുകൾ ചെയ്യുക, നോട്ട് എൻട്രി ചെയ്യുക, റിവൈസ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. സോ അത് ചെയ്യണം. ഈ ഫ്രീക്വൻസിയിൽ ചെയ്താൽ നല്ലതായിരിക്കും. അടുത്തത് ഇത് കഴിഞ്ഞിട്ടോ, ഇത് കഴിഞ്ഞു, നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു, പരീക്ഷ എത്താറായി. ഇനി മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. ഇപ്പോൾ പൊളിറ്റിന്ന് 10 ചോദ്യം, ജോഗ്രഫിന്ന് 5 ചോദ്യം, അങ്ങനെയുള്ള വെയിറ്റേജ് നമുക്ക് അറിയണ്ടാവും. ഇത്രയും ക്വസ്റ്റ്യൻസാ ചോദിക്കുക. ഈ വെയിറ്റേജ് അനുസരിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. ഈ വെയിറ്റേജ് എവിടെ നിന്ന് കിട്ടാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കണം. പ്രീവിയസ് ഇയർ NTPCയുടെ ഒരു ഷിഫ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഒരു പ്രീവിയസ് ഇയർ ഷിഫ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ് ആണ്. അതനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റുകൾ തന്നെ ചെയ്യാം. ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉള്ള ടെസ്റ്റുകൾ തന്നെ കണ്ടുപിടിക്കുക. ഈ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉള്ള ടെസ്റ്റ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ഒരുപാട് സമയം കളയാതെ ആ പരിപാടിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, എൻ്റെ റിവിഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി, അതിൻ്റെ ആൻസർ അന്വേഷിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ കാണ്ടം റിസർച്ച് ചെയ്ത് പോകാന്ന് പറയുമ്പോൾ എൻ്റെ സമയം പോകല്ലേ? എൻ്റെ ആകെ കുറച്ച് സമയമുള്ളൂ. എനിക്ക് ജോലിക്ക് പോകാനുണ്ടാവും, എനിക്ക് പഠിക്കാനുണ്ടാവും, എനിക്ക് മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. സോ ഇത് എത്രയും എഫക്റ്റീവ്ലി എത്രയും ടൈം കുറച്ച് ചെയ്യാൻ പറ്റും അത്രയും നല്ലത്. സോ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനുള്ള ടെസ്റ്റുകൾ തന്നെ തിരഞ്ഞെടുക്കുക. സോ നിങ്ങൾ കോഴ്സുകൾ എടുക്കുമ്പോൾ ക്ലാസ് സിലബസ് കവർ ചെയ്യുന്നുണ്ടോ, കറക്റ്റായിട്ട് ടെസ്റ്റുകൾ ഉണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ സെഷൻസ് തരുന്നുണ്ടോ, എന്ത് ബേസിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കുക. ഡെമോ ക്ലാസ്സുകളെല്ലാം കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതെല്ലാവരും പറഞ്ഞു തരും. എന്ത്, നിങ്ങൾ മറ്റേ ടെസ്റ്റ് ചെയ്യണം, മറിച്ച ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെ ശരിയാ. ഈ ടെസ്റ്റ് ചെയ്യേണ്ട രീതിക്കാണ് കാശ്. ഈ ടെസ്റ്റ് ചെയ്യേണ്ട രീതിയിലാണ് എഫക്റ്റീവ്നെസ് ഇരിക്കുന്നത്. എങ്ങനെ? നമ്മളൊരു ടെസ്റ്റ് എടുത്തു, ഞാൻ 10 മാർക്കിന്റെ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം 9 മിനിറ്റിൽ ചെയ്യണം. കാര്യം എന്താ? 100ന് 90, 12 മിനിറ്റിന് 120 ക്വസ്റ്റിന് 90 മിനിറ്റ്. സോ 10ന് 8 മിനിറ്റ് വെച്ചാൽ ചെയ്യണം. 10 ക്വസ്റ്റിന് 8 മിനിറ്റ് കൂടുതൽ കൊടുക്കാൻ പാടില്ല. കാര്യം എന്താ? 100 ക്വസ്റ്റിന് 90 മിനിറ്റ് ആണ്. സോ 10 ക്വസ്റ്റിന് 8 മിനിറ്റ് കൊടുത്തു, താത്തി പിടിച്ചു. ഓക്കെ, റിയൽ എക്സാം പോലെ ഫോൺ മാറ്റി വെച്ച് റെഗുലർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യാനിരിക്കുന്നു. ഒരു പരീക്ഷ എഴുതാനിരിക്കുന്ന പോലെ ഒരു കമ്പ്യൂട്ടറിലോ ഒരു ഫോണിലോ ഞാൻ കറക്റ്റായിട്ട്, കാരണം CBT ആണല്ലോ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണല്ലോ. ഓക്കെ, ഞാൻ കറക്റ്റായിട്ട് ഫോണിലോ അല്ലെങ്കിൽ ഇനി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസോ 8 മിനിറ്റിൽ 10 ചോദ്യം ചെയ്ത് തീർക്കുന്നു. ഓക്കെ, എങ്ങനെ? എൻ്റെ ഫോൺ ഓഫാക്കി വെക്കുക, മാറ്റി വെക്കുക, ടെസ്റ്റ് ചെയ്യാനിരിക്കുക, ഞാൻ പരീക്ഷ ഹാളാണെന്ന് വിചാരിക്കുക. എന്നാൽ മാത്രമേ എഫക്റ്റീവ് ആവുള്ളൂ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് ഞാൻ അറ്റംപ്റ്റ് ചെയ്താൽ മാത്രം മതിയോ? എനിക്ക് 10ൽ 2 മാർക്കേ കിട്ടുള്ളൂ, 10ൽ 2 ശരിയായുള്ളൂ. ഞാൻ 8 മിനിറ്റിൽ തീർത്തു, 2 ശരിയായുള്ളൂ. ഈ ശരിയാവാത്തപ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ശരിയാവാത്തത് ഇപ്പോഴല്ലേ? പരീക്ഷയ്ക്ക് ശരിയാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അവിടെ ഡൗൺ ആവരുത്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്ത് ചെയ്യുക? എൻ്റെ എറേഴ്സിനെ അനലൈസ് ചെയ്യുക. ശരിയായിട്ടുണ്ടെങ്കിൽ ശരിയായത് ഒന്നും കൂടെ റിവൈസ് ആയി. ഓക്കെ, തെറ്റിപ്പോയെങ്കിൽ തെറ്റിപ്പോയത് പോയി ഷോർട്ട് നോട്ടിലോ നിങ്ങളുടെ നോട്ടിലോ അപ്ഡേറ്റ് ചെയ്യുക. ഇനി ആ തെറ്റ് വരരുത്. പറ്റിയത് പറ്റി, ഇനി പറ്റരുത്. അതാണ് ബോധമുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. പറ്റിയത് പറ്റി, ഇനി പറ്റരുത്. ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ കറക്റ്റ് ആൻസർ, എൻ്റെ എററിനെ അനലൈസ് ചെയ്യുന്നു, എൻ്റെ വീക്ക് ഏരിയ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. ഒരേ കാര്യം 2 or 3 വട്ടം തെറ്റിപ്പോകുന്നുണ്ട്. പൊളിറ്റിയിൽ എനിക്ക് കൂടുതൽ തെറ്റിപ്പോകുന്നുണ്ട്. പൊളിറ്റി ഞാൻ കുറച്ച് വീക്കാണ്. സോ അവിടെ കുറച്ച് സമയം കൂടുതൽ കൊടുക്കണം. അങ്ങനെ ഞാൻ എൻ്റെ വീക്ക് ഏരിയയും കൂടി കണ്ടുപിടിക്കും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? അറ്റംപ്റ്റ് ചെയ്യണം, അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോൾ എറേഴ്സിനെ അനലൈസ് ചെയ്യുക, വീക്ക് ഏരിയ കണ്ടുപിടിക്കുക, പോയി കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തതിനെ ഇമ്പ്രൂവ് ചെയ്യുക, കറക്റ്റ് ചെയ്യാത്തത് പോയി കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇതുകൊണ്ട് മതിയായോ? ഇല്ല. ഈ കണ്ടന്റ് എല്ലാം റിവൈസ് ചെയ്യുക. ഞാൻ എൻ്റെ വീക്ക് ഏരിയ കണ്ടുപിടിച്ചു, അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെ എൻ്റെ വീക്ക് ഏരിയ ആണ്. ഞാൻ പോയി ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അറ്റംപ്റ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. എല്ലാ പരീക്ഷ ഇങ്ങനെ ചെയ്തു നോക്ക്. നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചു നോക്ക്, പരീക്ഷകൾ ഇങ്ങനെ ചെയ്തു നോക്ക്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇമ്പ്രൂവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന്. ഇങ്ങനെ ചെയ്തവർ രക്ഷപ്പെട്ടിട്ടുള്ളൂ. കാര്യം എന്താ? ഇതാണ് ഹാർഡ് വർക്ക്. സ്മാർട്ട് പ്ലസ് ഹാർഡ് വർക്ക് ഇതാണ്. ഇങ്ങനെ ചെയ്താലേ രക്ഷപ്പെടുള്ളൂ. അടുത്തത്, സോ നമ്മൾ എന്ത് ചെയ്തു? ടെസ്റ്റ് ബേസ് ചെയ്ത് റിവിഷനും ചെയ്തു. ഓക്കെ, സോ ഇത് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും? ആദ്യം റിവൈസ് ചെയ്തു, ടെസ്റ്റ് സീരീസ് വെച്ചിട്ട് കൺസെപ്റ്റ് റിവൈസ് ചെയ്തു. അടുത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തു. അടുത്തത് ഹൈ വെയിറ്റേജ് ഏരിയ കണ്ടുപിടിച്ചു.
സോ ഞാൻ എൻ്റെ വീക്ക് ഏരിയ കണ്ടുപിടിച്ചു, എൻ്റെ സ്ട്രോങ് ഏരിയ കണ്ടുപിടിച്ചു. കൂടുതൽ തെറ്റിപ്പോകുന്ന എൻ്റെ വീക്ക് ഏരിയ ആണ്. ടെസ്റ്റ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തെറ്റിപ്പോയത് പിന്നെ തെറ്റിപ്പോയി, അല്ലെങ്കിൽ അപ്പുറത്തുള്ള തെറ്റിപ്പോയി. അപ്പം എനിക്ക് ആ ഏരിയ കുറച്ച് വീക്കാണ്, ഞാൻ അവിടെ കൂടുതൽ സമയം കൊടുക്കണം. എൻ്റെ അനാലിസിസ് അതാണ്. ഓക്കെ, ഞാൻ അനലൈസ് ചെയ്തു. ഹൈ വെയിറ്റേജ് എനിക്ക് മനസ്സിലായി. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എനിക്ക് ഹൈ വെയിറ്റേജിനെ മനസ്സിലാവും. പൊളിറ്റിയിൽ നിന്ന് ആർട്ടിക്കിൾ കൂടുതൽ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ജോഗ്രഫിയിൽ നിന്ന് ഹിമാലയാസിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുന്നുണ്ട്. സോ അതെല്ലാം ഞാൻ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാം. സോ എൻ്റെ വീക്ക് ഏരിയയും ഹൈ വെയിറ്റേജ് ഏരിയയും ഞാൻ പ്രത്യേകത കൊടുക്കണം. സോ ഇങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ബേസ്ഡ് റിവിഷൻ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യുന്നത്. ഞാൻ ഇത്രയും ഘോരം പ്രസംഗിക്കാനുള്ള കാര്യം എന്താ? ഈ രണ്ട് കാര്യങ്ങളെ നമുക്കുള്ളൂ. കൺസെപ്റ്റ് മര്യാദയ്ക്ക് പഠിക്കുക, ടെസ്റ്റ് മര്യാദയ്ക്ക് ചെയ്യുക. ഇത് ചെയ്യാത്തോടത്തോളം കാലം ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇതാണ് പെർഫെക്റ്റ് വേ. NTPC അല്ല, CGL അല്ല, UPSC അല്ല, ഇനി ഏത് എക്സാമും ആയിക്കോട്ടെ, ഇതാണ് പെർഫെക്റ്റ് വേ. വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് സിലബസിനെ മനസ്സിലാക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, കൺസെപ്റ്റ് റിവൈസ് ചെയ്യുക, കൺസെപ്റ്റ് പഠിക്കുക, ടെസ്റ്റ് വെച്ച് റിവൈസ് ചെയ്യാം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഈ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും NTPC എക്സാമിന് നമ്മുടെ സോൺ അനാലിസിന്റെയും പോസ്റ്റ് അനാലിസിന്റെയും ഒക്കെ വീഡിയോ കണ്ട് അപ്ലൈ ചെയ്ത് തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ മുന്നിലുള്ള പ്രധാന ആശയക്കുഴപ്പമാണ് NTPCക്ക് കോഴ്സ് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത്. ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, റീസണിംഗ് തുടങ്ങിയ കംപ്ലീറ്റ് സിലബസ് കവറേജോടുകൂടി ഷോർട്ട് നോട്ട്സും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കോർ റെയിൽവേ മലയാളം നിങ്ങൾക്ക് ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്, ഡ്രീം NTPC ബാച്ച്. തുടക്കക്കാർക്കും ഇനി ആദ്യ അറ്റംപ്റ്റിൽ തന്നെ റെയിൽവേയിൽ ജോലി നേടാം. ബിഗിനേഴ്സ്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ് എന്നിങ്ങനെ 3 തലത്തിലായിട്ടുള്ള ക്ലാസ്സുകൾ അടങ്ങിയിട്ടുള്ള ഡ്രീം NTPC ബാച്ച് 1 മാസം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്വന്തം സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും സ്കോർ റെയിൽവേ മലയാളം ഒക്ടോബർ 2-ന് ആരംഭിക്കുന്ന ഡ്രീം NTPC ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തന്നെ കാണൂ, വിലയിരുത്തൂ, തീരുമാനിക്കൂ. അടുത്തത്, ഇതെല്ലാം മനസ്സിലാക്കി ഇനി നിങ്ങൾ ഏറ്റവും വലിയ സംശയം, ഞാൻ ഇത് പഠിച്ചാൽ ഇന്നെ പരീക്ഷ എന്ന് വരും, എന്നാലും എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. 6 മാസം, 7 മാസം, 8 മാസം, 10 മാസം, ഈ കൊല്ലം ഉണ്ടാവും, അടുത്ത കൊല്ലം ഉണ്ടാവും, ഇത്യാദി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ RRBനെ സംബന്ധിച്ചിടത്തോളം 2024 RRB വിളിച്ച പരീക്ഷകൾ ഏതൊക്കെയാ? ഒന്ന് RRB ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, RRB സബ് ഇൻസ്പെക്ടർ, RPF സബ് ഇൻസ്പെക്ടർ, RPF കോൺസ്റ്റബിൾ, RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1, RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3, RRB ജൂനിയർ എഞ്ചിനീയർ. ഇത് കഴിഞ്ഞിട്ടാണ് ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, ഈ 2 എക്സാംസ് വിളിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു എക്സാം പോലും ഇപ്പം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ALP ഒക്ടോബറിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ ഓരോരോ പരീക്ഷകൾ നടത്തിയാലും നമുക്ക് ജൂനിയർ എഞ്ചിനീയറും കഴിഞ്ഞാലേ നമ്മുടെ പരീക്ഷ നടക്കാൻ പറ്റുള്ളൂ. സോ എന്തായാലും ഈ കൊല്ലം നടക്കില്ല. സോ ഏറ്റവും മിനിമം നിങ്ങളുടെ കയ്യിൽ 6 to 8 മാസം ഉണ്ട്. സോ നിങ്ങൾ 6 മാസത്തിൽ കൺസെപ്റ്റ് ഫുള്ള് കവർ ചെയ്യുക, ഒന്നും വിടാതെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റും. ഇനി 6 മുതൽ 8 ഇനി 6 മാസത്തിൽ കൂടുതലേക്ക് പോയി നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കാം. സോ നിങ്ങൾ പ്ലാൻ എങ്ങനെ ചെയ്യാം? ആദ്യത്തെ 2 മാസം നമ്മൾ 8 മാസം കിട്ടുമെന്ന് വിചാരിക്കുക. കാര്യം എന്താ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്താ? അവർക്കിനി ALP നടത്തണം, RPF SI കോൺസ്റ്റബിൾ അത്യാവശ്യം പിള്ളേർ എഴുതുന്ന പരീക്ഷയാണ്. അതിനിടയിൽ CHSL വരുന്നുണ്ടാവും, CGL ടയർ 2 വരുന്നുണ്ടാവും. കാര്യം ഇതിനെല്ലാം എന്ത് വേണം? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഇതിനെല്ലാം സിസ്റ്റംസ് വേണ്ട വരും. സോ ഇതിനെല്ലാം കമ്പ്യൂട്ടർ വേണമെങ്കിൽ മൊത്തത്തിൽ ഒരു റഷ് ആവും. സോ എന്തായാലും 2024 കാണില്ല, 2025 3-ാം മാസത്തിലേക്കോ 4-ാം മാസത്തിലേക്കോ തള്ളപ്പെടും. മിനിമം 6 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ കൂടുതലേക്ക് എന്ത് കിട്ടിയാലും റിവൈസ് ചെയ്യാനുള്ള ബോണസാണ്. സോ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം? ആദ്യം 1 to 2 മാസം, ഒരു 1.5 മാസം കൊണ്ട് നിങ്ങൾ സിലബസും ഫണ്ടമെന്റൽസും പഠിച്ചു വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക, ഫണ്ടമെന്റൽസ് കവർ ചെയ്യാം. ഓക്കെ, ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. NCERTയും ഫണ്ടമെന്റൽസ് ഓഫ് മാത്സ് മൾട്ടിപ്ലൈ ചെയ്യുക, സ്ക്വയർ കണ്ടുപിടിക്കുക, ക്യൂബ് കാണാതെ പഠിക്കുക. ഇതെല്ലാം 1 മാസം കൊണ്ട് ഇത് നിങ്ങളുടെ പെർഫെക്റ്റ് ആയിരിക്കണം. 2 മാസം ഞാൻ പറഞ്ഞെന്നുള്ളൂ, 1 മാസം കൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കണം. 2-ാം മാസം ആകുമ്പോൾ നിങ്ങൾക്ക് ഇനി പ്രിപ്പറേഷൻ തുടങ്ങാം. ദ റിയൽ പ്രിപ്പറേഷൻ അപ്പം തുടങ്ങാം. എങ്ങനെ? കൺസെപ്റ്റ് പഠിക്കുക, ഹൈ വെയിറ്റേജ് അവർക്ക് പ്രത്യേകം ഇത് കൊടുക്കുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ ഒരു മെറ്റീരിയലിനെ ആശ്രയിക്കരുത്. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള യുണീക്ക്, നിങ്ങളുടെ വെയിറ്റേജ് മനസ്സിലാക്കി, നിങ്ങളുടെ വീക്ക് ഏരിയ മനസ്സിലാക്കി, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ മനസ്സിലാക്കി, നിങ്ങളുടെ നോട്ട് ഉണ്ടാക്കി വെക്കുക. അത് ഈ കൺസെപ്റ്റിനെ ആ ഫേസിൽ തന്നെ റിവൈസും ചെയ്യാം. സോ ഞാൻ റിവൈസ് ചെയ്തു, ഷോർട്ട് നോട്ട് ഉണ്ടാക്കി, ഹൈ വെയിറ്റേജ് ഉള്ള സാധനം ഉണ്ടാക്കി. സോ ഞാനൊരു 5 മാസം കൊണ്ട് എൻ്റെ ഈ പറഞ്ഞ സിലബസ് കഴിച്ചെടുത്തേ പറ്റുള്ളൂ. 6-ാം മാസം മുതൽ ഞാൻ റിവിഷൻ മാത്രമാവും. ഞാൻ ഈ സെൽഫ് പ്രിപ്പയർഡ് നോട്ട്സിനെ റിവൈസ് ചെയ്യുന്നു. ഞാൻ സബ്ജക്ട് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, അതുപോലുള്ള ടെസ്റ്റുകൾ ഉൾപ്പെടുത്തി 6-ാം മാസം, 7-ാം മാസം, 8-ാം മാസം, അത് 6 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റിവിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം എന്താ? ഈ 5 മാസം കൊടുത്ത് ഞാൻ പഠിച്ചു തീർക്കണം, എന്നാലേ ഞാൻ റിവിഷനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ ഉദ്ദേശം എന്താ? മാത്സ് പഠിച്ച് കിട്ടലിനാവാനോ, റിവിഷൻ പഠിച്ച് കിട്ടലിനാവാനോ, ജനറൽ അവയർനെസ്സിലെ ജോഗ്രഫിയിലെ വലിയ കിട്ടലിനായി ട്രിപ്പ് പോകാനൊന്നും അല്ലല്ലോ. നമ്മുടെ ഉദ്ദേശം എന്താ?
RRB NTPC എന്ന ഡ്രീമിലേക്ക് നമുക്ക് എത്തണം. നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ പോലെ അല്ലെങ്കിൽ ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസറെ പോലെ നമുക്ക് നല്ല ഒരു തസ്തികയിലേക്ക് എത്തണം. സോഷ്യൽ സ്റ്റാറ്റസോ സാലറി എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഒരു ഡ്രീം ജോബിലേക്ക് നമുക്ക് എത്തണം. അതിനു വേണ്ടിയുള്ള എല്ലാ ടൂൾസും നമ്മൾ ഉപയോഗിക്കണം. കൺസെപ്റ്റ് പഠിക്കുക, റിവിഷൻ നടത്തുക, ഈ പറയുന്ന പോലെ ആഡ് ഓൺസ് എവിടെ നിന്ന് കിട്ടിയാലും പഠിക്കുക. ഒരു നോട്ട് ഉണ്ടാക്കുക, ആ നോട്ടിനെ ബേസ് ചെയ്ത് പഠിക്കുക. നിങ്ങളിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവരുത്. ആ മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിന് പോകാൻ പറ്റണം. എക്സാമിന് ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ്, നിങ്ങളുടെ കയ്യിൽ റിവൈസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പം നിങ്ങൾ ഡ്രീമിലെത്തും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ലോജിക്കലായിട്ട് ചിന്തിക്കൂ, നിങ്ങൾ എത്തും നിങ്ങളുടെ ഡ്രീമിലേക്ക്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി പ്ലാൻ റെഡിയാക്കാം. അടുത്തത്, നിങ്ങൾ സ്റ്റഡി പ്ലാൻ റെഡിയാക്കി. അപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു നിത്യേന ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, എത്ര മണിക്കൂർ പഠിക്കണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു മണിക്കൂർ ഇല്ല, യുണീക്കാണ്. ഇപ്പം എനിക്ക് ചിലപ്പോൾ 6 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്നുണ്ടാവും. വേറൊരാളുണ്ടാവും 5-4 മണിക്കൂർ പഠിച്ചിട്ട് തന്നെ സെഷൻ മാസ്റ്റർ ആയ ഒരാളുണ്ടാവും. എന്നാൽ ചില ആൾക്കാർക്ക് 10 മണിക്കൂർ വരെ ആദ്യത്തെ കുറേ കാലങ്ങൾ 10 മണിക്കൂർ വേണ്ടി വരും. പിന്നെ ചിലപ്പോൾ ഒരു 5-4 ആയിട്ട് മാറും. സോ നമ്മൾ ഡിവൈഡ് ചെയ്യുക. എങ്ങനെ ശതമാനം ഡിവൈഡ് ചെയ്തോ? മാത്തമാറ്റിക്സ് ഒരു 40% കൊടുക്കണം. നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഈ മാത്തമാറ്റിക്സിന് 40%, റീസണിങ്ങിന് 20%, ജനറൽ അവയർനെസ്സിന് 30%? അതെന്താ? ജനറൽ അവയർനെസ് തിയറട്ടിക്കലാണ്. മാത്സ് ഒരു ചോദ്യം പോയി പഠിച്ചാൽ പോരാ, ചെയ്തു നോക്കണം, സമയം കൂടുതൽ എടുക്കും. സോ മാത്സിന് കൂടുതൽ സമയം കൊടുക്കണം. കാര്യം എന്താ? ചെയ്തു നോക്കണ്ടേ? ഒരു ക്വസ്റ്റ്യൻ പോലത്തെ 5 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണ്ടേ? സമയം കൂടുതലാണ്. 40% മാത്സിന് കൊടുക്കുക. ഓക്കെ, ജനറൽ അവയർനെസ്സിന് ഒരു 30% കൊടുക്കുക. കാര്യം എന്താ? 3 ഡിവൈഡ് ചെയ്താൽ 3 ജനറൽ അവയർനെസ്സിനും കൊടുത്തേക്കുക. കാണാതെ പഠിക്കേണ്ടതാ. ഡെയിലി 3 സമയം. നിങ്ങളിപ്പോൾ 10 മണിക്കൂറാണ് പഠിക്കണമെങ്കിൽ 3 മണിക്കൂർ ജനറൽ അവയർനെസ് പഠിക്കുക. അടുത്തത് 40% അത് പഠിച്ചേ. റീസണിങ്ങിന് 20% എങ്കിലും കൊടുക്കുക. എളുപ്പമായതുകൊണ്ട് ഒന്ന് കുറയ്ക്കാം, അവയർനെസ്സിനേക്കാളും ഒന്ന് കുറയ്ക്കാം. ഓക്കെ, കാര്യം എന്താ? കുറച്ചുകൂടെ എളുപ്പമാണ്. മാത്സിൽ നമ്മൾ ബേസിക്സ് കവർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് റീസണിങ്. ഓക്കെ, ഡെയിലി ബേസിൽ കൊടുക്കുമ്പോൾ എത്ര മണിക്കൂറാവും? നിങ്ങൾ കൂട്ടി നോക്ക്. 6 മാസം ആകുമ്പോൾ എത്ര മണിക്കൂറാവും? ഇടയ്ക്കിടയ്ക്ക് ഓഫുകൾ എടുക്കാം, ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാം. കാര്യം എന്താ? മോട്ടിവേഷൻ വേണ്ടേ? ഇരുന്ന് പഠിക്കുക തന്നെ ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഓഫ് എടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒരു ചീറ്റ് മീൽ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓടിപ്പോവുക. തിരിച്ചിവിടെ വരണം. കാര്യം എന്താ? നമുക്ക് ഇതൊക്കെ കവർ ചെയ്യാനുള്ളതല്ലേ. എല്ലാ ദിവസവും കറണ്ട് അഫെയറിന് ഒരു മണിക്കൂർ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ വീക്കിലെങ്കിലും മാറ്റി വയ്ക്കുക. എല്ലാ ദിവസവും മാറ്റി വെച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കും. 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഭയങ്കര പാടാണ്, ഭയങ്കര റാൻഡമാണ്, എന്തും ചോദിക്കാം കറണ്ട് അഫെയറിൽ. സോ നിങ്ങൾ സ്ട്രിക്ട്ലി പ്രിപ്പയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് മണിക്കൂറായിട്ട് കാണണം. ഞാൻ 10 മണിക്കൂർ പഠിക്കാതിരിക്കുന്ന ആളെന്ന് വിചാരിക്കും. 4 മണിക്കൂർ ഞാൻ മാത്സിന് മാറ്റി വയ്ക്കുന്നു, 2 മണിക്കൂർ റീസണിങ്ങിന് മാറ്റി വയ്ക്കുന്നു, 3 മണിക്കൂർ ഞാൻ എന്തിനു മാറ്റി വയ്ക്കുന്നു? അവയർനെസ്സിന് മാറ്റി വയ്ക്കുന്നു, 1 മണിക്കൂർ കറണ്ട് അഫെയർസിന് മാറ്റി വയ്ക്കുന്നു. ഇത് ചെയ്യേണ്ടത് ഏത് സ്റ്റേജിലാണ്? ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന ഏത് സ്റ്റേജിലാണ്? ഈ സ്റ്റേജിലായിരിക്കണം. ഞാൻ എക്സ്റ്റെൻസീവ്ലി പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ എനിക്ക് കുറച്ചുകൂടെ സമയം എടുത്ത് ഓരോ ദിവസം ഓരോന്നൊക്കെ പഠിച്ചു വന്നാൽ മതി. ഒരു 1-1.5 മാസം കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യുക, ഡെയിലി വൈസ് തന്നെ പ്രിപ്പയർ ചെയ്യുക. കാര്യം നമുക്കങ്ങനെ ഡിവൈഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല ഇവിടെ. കാര്യം എന്താ? എല്ലാത്തിനും ഒരേ വെയിറ്റേജും, എല്ലാം കിടിലം പ്ലേയേഴ്സാണ്. 3 പേരും കട്ടയ്ക്ക് നിൽക്കുക. ജനറൽ അവയർനെസ് വിട്ടാൽ നമുക്ക് ജയിക്കാൻ പറ്റൂ? ഇല്ല. ഏതിലൊന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? മാത്സോ ജനറൽ അവയർനെസോ റീസണിങ്ങോ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാത്തിനെയും കവർ ചെയ്യാനുള്ളൊരു പരിപാടി കൂടെ നോക്കുക. അടുത്തത്, സോ ഇതെല്ലാം മനസ്സിലാക്കി, നമ്മൾ സ്റ്റഡി ടൈം ടേബിൾ മനസ്സിലാക്കി, നമ്മൾ സ്റ്റഡി പ്ലാൻ മനസ്സിലാക്കി, സ്ട്രാറ്റജി മനസ്സിലാക്കി, ഓരോ വിഷയങ്ങളെ മനസ്സിലാക്കി. ഇപ്പോൾ ഒരു ധാരണ നിങ്ങളിൽ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് പഠിക്കാനിരിക്കാം. ഈ പഠിക്കാനിരിക്കുമ്പോൾ മലയാളത്തിൽ പഠിക്കണോ ഇംഗ്ലീഷിൽ പഠിക്കണോ? അതായത് എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ മലയാളത്തിലാവണോ ഇംഗ്ലീഷിലാവണോ? ഞാൻ പരീക്ഷയ്ക്ക് കൊടുക്കുന്ന ചോയ്സ് മലയാളം കൊടുക്കണോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ കാണിച്ചു തരാം. എവിഡൻസ് വെച്ച് കാണിച്ചു തരാം. എക്സാമിൻ്റെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒരു ഭാഗമാണത്. ഇംഗ്ലീഷ് ഇസ് ദ ഡിഫോൾട്ട് ലാംഗ്വേജ്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് മലയാളം കൊടുക്കാം, കൊങ്ങിണി കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. സോ ഞാൻ ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷും മലയാളവും കൊടുത്തു. ഓക്കെ, പക്ഷേ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നു. ഇംഗ്ലീഷിലുള്ള ചോദ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അതായിരിക്കും മുന്നിട്ട് നിൽക്കുക. മലയാളത്തിലെ ചോദ്യം തെറ്റിയാലും RRB ആ ഒരു കാരണം കൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഇപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രത്യേകത? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ്റെ ട്രാൻസ്ലേഷൻ ആയിരിക്കും മലയാളം ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആയിരിക്കും ഇവർ ഇടുക. കാര്യം എന്താ? ഇവർക്ക് 18ഓളം ഭാഷകളിൽ കൊടുക്കാനുണ്ട്. സോ ഇവർ ഓരോ ഭാഷയിൽ ഉണ്ടാക്കുന്നതിൽ തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മിയർ ട്രാൻസ്ലേഷനും ആവാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ കേരള PSCയുടെ സെക്രട്ടറി അസിസ്റ്റന്റിനെ ചോദിച്ചൊരു ചോദ്യമാണ്. കേരള PSCയിലും സെയിം ആണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഡിഗ്രി ചോദ്യങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇംഗ്ലീഷ് ആയിരിക്കും പ്രിവെയിൽ ചെയ്യുക. ഞാൻ അതിന്റെ കാരണം കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് പ്രസ് ഇൻ ഇന്ത്യ. പത്രസ്വാതന്ത്ര്യത്തിനെ പറ്റി നോക്കുമ്പോൾ, പത്രസ്വാതന്ത്ര്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ ഇതിൽ ഏതാണ് ശരി? നിങ്ങൾ രണ്ടാമത്തെ പോയിന്റ് നോക്ക്. ഫ്രീഡം ടു പ്രസ് ഇസ് എൻ ആബ്സല്യൂട്ട് റൈറ്റ്.
അതായത് ഫ്രീഡം ഓഫ് പ്രസ്സിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു കണ്ടീഷൻസും ഇല്ല, എല്ലാവർക്കും കിട്ടും. ഫ്രീഡം ഓഫ് പ്രസ്സിന്റെ കാര്യത്തിൽ എന്ത് തോന്നിയാസവും കാണിക്കാം. അബ്സല്യൂട്ട് റൈറ്റ് ആണ്. അതായത് നിബന്ധനകളൊന്നുമില്ല, കണ്ടീഷൻസ് ഒന്നുമില്ല, അങ്ങനെയല്ല. ഫ്രീഡം ഓഫ് പ്രസ്സിൽ കണ്ടീഷൻസ് ഉണ്ട്, അങ്ങനെ തോന്നുന്നത് എഴുതി വയ്ക്കാനൊന്നും പറ്റില്ല. സോ ഫ്രീഡം ഓഫ് പ്രസ് ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോടതിയിൽ പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇതിന്റെ ട്രാൻസ്ലേഷൻ വന്നപ്പോൾ പത്ര സ്വാതന്ത്ര്യം തികച്ചും ശരിയാണ്, അത് അബ്സല്യൂട്ട് റൈറ്റിനെ അവർ തികച്ചും ശരിയാണെന്ന് എഴുതിയത്. തികച്ചും ശരിയാണെന്നല്ല, അബ്സല്യൂട്ട് റൈറ്റ് ആണ്. അവരെ റൈറ്റിനെ എന്താക്കി? ശരിയാക്കി മാറ്റി, അവകാശമാക്കി മാറ്റിയില്ല. റൈറ്റിന്റെ രണ്ടർത്ഥത്തിൽ എഴുതാലോ, അവകാശം എന്ന് എഴുതാം, ശരിയെന്ന് എഴുതാം. അവരെന്ത് ചെയ്തു? പത്ര സ്വാതന്ത്ര്യം തികച്ചും ശരിയാണ്. ആ ഓപ്ഷൻ തെറ്റാണ്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ട് ഇവർ ക്യാൻസൽ ചെയ്യുമോ? ക്യാൻസൽ ചെയ്യില്ല. കാര്യം എന്താ? ഇംഗ്ലീഷ് കറക്റ്റ് പ്രസ് ഫ്രീഡം ഇസ് എൻ അബ്സല്യൂട്ട് റൈറ്റ്, ഫ്രീഡം ഓഫ് പ്രസ് അബ്സല്യൂട്ട് റൈറ്റ് എന്നുള്ള ചോദ്യം ശരിയാണ്. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. പക്ഷെ അർത്ഥമാക്കുന്ന മീനിങ് കറക്റ്റാണ്. മലയാളത്തിൽ തെറ്റിച്ച് എഴുതിയിട്ടുള്ളത് ഈ പേര് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ RRB കത്തയച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കാര്യം എന്താ? ഇംഗ്ലീഷ് വെർഷൻ ഷാൽ പ്രിവെയിൽ. In case of any difference, discrepancy, dispute in the questions between English and the opted language, the content of English version shall prevail. ഇനി നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്, 18 ഭാഷയിൽ ചോദ്യം വന്നു. ഈ 18 ഭാഷയിലെ ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് പറഞ്ഞിട്ട് RRB ഒരു ക്വസ്റ്റ്യൻ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ RRBക്ക് പിന്നെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമോ? ഇല്ല. ഓരോ ഭാഷയിലും എന്തെങ്കിലും തെറ്റുകൾ വരാലോ. സോ RRB ഒരു കാരണവശാലും മലയാളത്തിനൊന്നും കൺസിഡർ ചെയ്യില്ല. നിങ്ങൾക്കൊരു ധാരണയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് അർത്ഥം അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മലയാളം ചൂസ് ചെയ്യാം. പക്ഷെ പഠിക്കുന്നത് എപ്പോഴും എന്തിലായിരിക്കണം? നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇംഗ്ലീഷിൽ എടുക്കുക, എക്സാം വേണി മലയാളത്തിലും ഇംഗ്ലീഷിലും പരസ്പരം വെച്ച് എഴുതിക്കോ. ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കുക. സ്റ്റഡി മെറ്റീരിയൽ, ക്ലാസ്, PDF എല്ലാം ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുക. കാര്യം എന്താ? ഇംഗ്ലീഷ് വച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യനിൽ ശരിയായിരിക്കും ശരിക്കുള്ള ശരി. മലയാളത്തിൽ തെറ്റ് വന്നാൽ ആ കാരണം കൊണ്ട് എന്ത് ചെയ്യില്ല? ക്യാൻസൽ ചെയ്യില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ ചോയ്സ് ഓഫ് ലാംഗ്വേജ് എന്തെടുക്കാം? നിങ്ങൾക്ക് മലയാളം എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ചോയ്സ് ഓഫ് ലാംഗ്വേജ് എന്തെടുക്കാം? മലയാളം എടുക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്? ഇംഗ്ലീഷിൽ വേണം പഠിക്കാൻ. സോ പഠിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷും നിങ്ങൾ മോഡിന് വേണ്ടി മലയാളം എടുത്തോ. കാര്യം എല്ലാ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് അറിയണ്ടാവില്ല. ഒരു വാക്ക് മാത്രം നിങ്ങൾക്ക് മലയാളത്തിൽ പോയി റെഫർ ചെയ്ത് നോക്കാം. ചില ജാഗൺസ് ഉണ്ടാവും. ഇപ്പൊ ഇംഗ്ലീഷിൽ ചില വാക്കുകൾ ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിയുണ്ടാവില്ല. ഓക്കെ, സോ അത് നിങ്ങൾക്ക് മലയാളത്തിൽ പോയി നോക്കാം. സോ മലയാളം ഓപ്റ്റ് ചെയ്തോളൂ, പക്ഷെ പഠിക്കേണ്ടത് എപ്പോഴും ഇംഗ്ലീഷിലായിരിക്കണം. സോ മലയാളത്തിലുള്ള കോഴ്സ് അന്വേഷണം നടക്കരുത്, ഇംഗ്ലീഷിലുള്ള കോഴ്സ് തന്നെ പഠിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള NCERTs മനസ്സിലാവുന്നില്ലെങ്കിൽ മലയാളത്തിലുള്ള NCERT ഡൗൺലോഡ് ചെയ്യുക. പലരും ചോദിക്കുന്നുണ്ട്, മാഷെ എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുള്ളത് എന്താണ് വഴി? മലയാളത്തിലാണെങ്കിൽ എനിക്ക് എന്താ വഴി? ഞാൻ ചെറുപ്പം മുതലേ മലയാളം പഠിച്ചു വന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? മലയാളത്തിലുള്ള NCERTs ഡൗൺലോഡ് ചെയ്യുക, ഇംഗ്ലീഷിലുള്ള NCERT ഡൗൺലോഡ് ചെയ്യുക. അതിന് രണ്ടിനെയും അപ്പുറം ഇപ്പുറയും വെച്ച് വായിച്ച് തന്നെ പഠിക്കുക, കഷ്ടപ്പെടുക. ഓക്കെ, മലയാളത്തിലുള്ള NCERT, ഇംഗ്ലീഷിലുള്ള NCERT. ഈ ഇംഗ്ലീഷിലുള്ള NCERTയുടെ മലയാളം വെർഷൻ നമ്മൾ ഇറക്കുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ മലയാളത്തിലുള്ള NCERTയും ഇംഗ്ലീഷിലുള്ള NCERT അപ്പുറം ഇപ്പുറം വയ്ക്കുക. ബയോളജിയിലുള്ള വാക്കുകൾ, മാത്സിലുള്ള വാക്കുകൾ അതുകൊണ്ട് മനസ്സിലാക്കുക. സമയം എടുക്കും, പക്ഷെ അങ്ങനെ പറ്റുള്ളൂ. ഈ റേസിൽ മുന്നോട്ട് പോകാന്നുള്ളതാണ്. എൻ്റെ ലിമിറ്റേഷൻസ് ഞാൻ മറികടക്കുക, എന്നാലേ ഞാൻ ജോലിയിലേക്ക് എത്തുള്ളൂ. നിങ്ങൾക്കറിയാം 8000 ഒഴിവേ ഉള്ളൂ. അല്ല, നമ്മൾ കൊടുക്കുന്ന സോണിൽ എത്ര ഒഴിവുണ്ട്? ആ സോണിൽ നമ്മൾ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു വേക്കൻസി എനിക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇവരെല്ലാം തകർത്തുകൊണ്ട് മുന്നോട്ട് പോകണം. എൻ്റെ ലിമിറ്റേഷൻസ് പോലും കടക്കാൻ പറ്റാതെ ഞാൻ എങ്ങനെ ബാക്കിയുള്ളവർ തകർക്കും? സോ ആദ്യം എന്നെ തോൽപ്പിക്കണം. എന്നെ ജയിച്ചിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ? ബാക്കിയുള്ളവരെ തോൽപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. സോ നിങ്ങൾ മലയാളം NCERT എടുക്കാം, ഇംഗ്ലീഷ് NCERT എടുക്കാം. മലയാളം മാത്രം മനസ്സിലാവുന്നവർക്ക് പഠിക്കേണ്ടത് ഇംഗ്ലീഷിലാണ്. ഓക്കെ അല്ലേ? അടുത്തത് മനസ്സിലായി, നമുക്ക് ലാംഗ്വേജിനെ പറ്റി ഏതാണ്ട് ധാരണ കിട്ടി ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത്, ഈ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തവർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള കോഴ്സ് എടുത്താൽ മതിയോ, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിലുള്ളത് പഠിക്കേണ്ട കാര്യമുണ്ടോ? 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തത്, സെയിം സിലബസ് ആണ് രണ്ടിനും. നിങ്ങൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം, രണ്ടിനും സെയിം സിലബസ് ആണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അണ്ടർ ഗ്രാജുവേറ്റിന് ആപ്ലിക്കൻസിന്റെ എണ്ണം എന്തായാലും കൂടുതലായിരിക്കും. അതെന്താ കൂടാൻ കാരണം? അണ്ടർ ഗ്രാജുവേറ്റിന്റെ വേക്കൻസിയിലേക്ക് ഗ്രാജുവേറ്റ്സും അപ്ലൈ ചെയ്യും. എന്താണ്? അണ്ടർ ഗ്രാജുവേറ്റിന്റെ വേക്കൻസിയിലേക്ക് ഗ്രാജുവേറ്റ്സും അപ്ലൈ ചെയ്യും. സോ ഗ്രാജുവേറ്റ്സിന്റെ ആപ്ലിക്കേഷൻ നമ്പറിനേക്കാളും അണ്ടർ ഗ്രാജുവേറ്റ്സിന്റെ ആപ്ലിക്കേഷൻ നമ്പർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. 100 പേര് ഗ്രാജുവേറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, 50 പേര് അണ്ടർ ഗ്രാജുവേറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 150 പേര് അവിടെ ഉണ്ടാവും, അണ്ടർ ഗ്രാജുവേറ്റിൽ ഉണ്ടാവും. 50 അണ്ടർ ഗ്രാജുവേറ്റ്സ്, 100 ഗ്രാജുവേറ്റ്സ്. സോ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും? വേക്കൻസി കുറവാണ്. നിങ്ങൾക്കറിയാം, ഗ്രാജുവേറ്റിന് 8000 വേക്കൻസീസ് ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് +2 നിങ്ങൾക്ക് 3000 വേക്കൻസി ഉള്ളൂ. ഡിഗ്രിക്ക് നിങ്ങൾക്ക് എത്ര വേക്കൻസി ഉണ്ട്? 8000 വേക്കൻസി ഉണ്ട്. വേക്കൻസിയും കുറവാണ്, ആൾക്കാർ കൂടുകയും ചെയ്യും. എന്ത് പറ്റും? കട്ട് ഓഫ് കൂടും. കട്ട് ഓഫ് കൂടാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഡിഗ്രിക്കാർ നിങ്ങളുടെ കൂടെ എഴുതല്ലേ.
പ്ലസ് ടുക്കാരൻ്റെ ഒരു ഡിഗ്രിക്കാരനും എഴുതാണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? ഡിഗ്രിക്കാരനോട് ഒത്ത് തന്നെ പഠിക്കേണ്ടി വരും. സോ ഗ്രാജുവേറ്റ്സും അണ്ടർ ഗ്രാജുവേറ്റ്സും ഒരുപോലെ തന്നെ പഠിക്കേണ്ടി വരും. കാര്യം എന്താ? ഇനി വേറൊരു കാര്യമുണ്ട്. ടയർ 1 ടയർ 2 ആയിട്ട് നടക്കുന്ന എക്സാമാണ്. ടയർ 1ന്റെ കടുപ്പവും ഇതിനേക്കാൾ കൂടുതലായിരിക്കും ടയർ 2ന്റെ കടുപ്പം. സോ ടയർ 2 അണ്ടർ ഗ്രാജുവേറ്റും ടയർ 1 ഗ്രാജുവേറ്റും ഒരേ കടുപ്പമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടയർ 1 ഗ്രാജുവേറ്റ് തന്നെ പഠിക്കേണ്ടി വരും. സോ ബേസിക്കലി സെയിം സിലബസ് ആയതുകൊണ്ടും മോർ ആപ്ലിക്കൻസ് ആൻഡ് ലെസ് വേക്കൻസി അണ്ടർ ഗ്രാജുവേറ്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ കട്ട് ഓഫ് കൂടാനുള്ള സാധ്യത അണ്ടർ ഗ്രാജുവേറ്റിന് ഉള്ളതുകൊണ്ടും തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഫിക്കൽട്ട് ആവാനാണ് സാധ്യത. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റും ഒരുമിച്ച് തന്നെ പഠിക്കുക. ഓക്കെ അല്ലേ? അടുത്തത് എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു എളുപ്പ വഴി കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. നമുക്ക് എങ്ങനെ ഈ എക്സാമിനെ വെച്ചിട്ട് NTPCയുടെ ബൗണ്ടറി നിന്നിട്ട് എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. ഇമോഷണൽ ലെവലിലോ മോട്ടിവേഷൻ ലെവലിലോ അല്ല ഞാൻ പറയുന്നത്, ഈ എക്സാമിന്റെ ഫാക്ച്വൽ ബേസിസിൽ എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആദ്യ കാലങ്ങളിൽ നിങ്ങൾക്ക് ഒന്നും അറിയുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഒരു മാസം കഴിയുമ്പോൾ NTPCയിൽ 133 ഷിഫ്റ്റോളം നടത്തിയിട്ടുണ്ടാവും. CBT 1ൽ 2019 133ഓളം ഷിഫ്റ്റ് NTPC നടത്തിയിട്ടുണ്ട്. ഒരു ഷിഫ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഒരു ഷിഫ്റ്റിന്റെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് PYQ മനസ്സിലാവുകയും ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിന് കൂടെ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും? കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങൾ അതിൽ 100 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം 10 മാർക്കായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 5 മാർക്കായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് താഴെയാണ്. നിങ്ങളൊരു ഒരാഴ്ച പഠിച്ചു കഴിയുക, ഒരു മാസം പഠിച്ചു കഴിയുമ്പോൾ അടുത്തൊരു ഷിഫ്റ്റ് എടുത്ത് ചെയ്ത് നോക്കുക. നിങ്ങൾ ലോ ആയിരിക്കുമ്പോൾ അടുത്തൊരു ഷിഫ്റ്റ് എടുത്ത് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ മാർക്ക് കിട്ടുന്ന ഒരു 10-15 മാർക്കിലേക്ക് കയറും. നിങ്ങൾ 100ൽ നിന്ന് 190 കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരു 15 മാർക്കിലേക്ക് കയറുന്ന കാണാം. അപ്പോൾ രണ്ടാമത്തെ ഷിഫ്റ്റ് ഡൗൺലോഡ് ചെയ്തു. ഇനി അടുത്ത ഷിഫ്റ്റ് ഒന്നുകൂടെ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അടുത്ത ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ഈ 100 മാർക്കിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്ന കാണാം? ഒരു 5-10 മാർക്ക് കയറുന്നത് കാണാം. ഇനി കയറുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. സോ ഇങ്ങനെ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് മണത്തറിയണമെങ്കിൽ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന പോലെ ഡിഫറെൻറ്റ് ഷിഫ്റ്റുകൾ അവൈലബിൾ ആണ്. ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോരോ ഷിഫ്റ്റ് എടുത്തിട്ട് ഓരോ ടൈം ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഓരോ ഷിഫ്റ്റുകൾ ഡൗൺലോഡ് ചെയ്യുക. CBTs ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം 2019 RRB നടത്തിയ CBTs ഓരോന്നോരോന്ന് ഡൗൺലോഡ് ചെയ്യുക, ടൈമിനുള്ളിൽ ചെയ്യുക. അടുത്തതോ, നിങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ഗുണം കൂടി ഉണ്ട്. നിങ്ങളുടെ വീക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും, ഹൈ വെയിറ്റേജ് സബ്ജക്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ഏരിയയാണ് ഹൈ വെയിറ്റേജ് സബ്ജക്ട്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തെറ്റിപ്പോകുന്ന ഏരിയ ആണ് എന്ത്? വീക്ക് ഏരിയ. ഇത് രണ്ടും നിങ്ങൾക്ക് പിടികിട്ടും. ഇത് രണ്ടും പിടികിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രാറ്റജിയിലേക്ക് അത് ഉൾപ്പെടുത്തുകയും ചെയ്യാം. സോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം, ഹൈ വെയിറ്റേജ് ഏരിയ കണ്ടുപിടിക്കാം, വീക്ക് ഏരിയ കണ്ടുപിടിക്കാം, സ്ട്രാറ്റജിയിൽ ഇത് ഉൾപ്പെടുത്താം. ഓക്കെ, നിങ്ങൾ സ്റ്റഡി പ്ലാനിൽ എനിക്ക് ഈ ഭാഗം തെറ്റിപ്പോകുന്നുണ്ട്, കൂടുതൽ റിവൈസ് ചെയ്യണമെന്ന് ഒരു ഇൻസൈറ്റ്സും കൂടെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ഒരു പ്രോസസ്സിലൂടെ കിട്ടും. സോ പ്രീവിയസ് ഇയർ ഷിഫ്റ്റ്സും കൂടെ ചെയ്ത് നോക്കുക. അതായത് അതാണ് PYQ എന്ന് നമ്മൾ പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ബേസിക് പ്ലാൻ. സോ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്? 2 ടൂൾസ് നമ്മുടെ ഉള്ളൂ. കൺസെപ്റ്റിൽ ക്ലാരിറ്റി വരുത്തുക, റിവൈസ് ചെയ്യുക. ഓക്കെ, നമ്മളിൽ എന്തൊക്കെയുണ്ട്? സിലബസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്, ടെസ്റ്റുകളുണ്ട്. സോ ഇതെല്ലാത്തിനെയും ഈ 2 കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് വേണം നിങ്ങൾ അനലൈസ് ചെയ്യാൻ. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് വ്യക്തത കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനെല്ലാത്തിൻ്റെയും ഇൻഡിവിജ്വൽ സബ്ജക്ട്സിൻ്റെ ക്ലാരിറ്റിയുമായിട്ട് നിങ്ങൾക്ക് ഇനിയും വീഡിയോകൾ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ എല്ലാവരും NTPC നല്ലതായിട്ട് പഠിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും NTPC എക്സാമിന് നമ്മുടെ സോൺ അനാലിസിസിന്റെയും പോസ്റ്റ് അനാലിസിസിന്റെയും ഒക്കെ വീഡിയോ കണ്ട് അപ്ലൈ ചെയ്ത് തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ മുന്നിലുള്ള പ്രധാന ആശയക്കുഴപ്പമാണ് NTPCക്ക് കോഴ്സ് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത്. ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, റീസണിംഗ് തുടങ്ങിയ കംപ്ലീറ്റ് സിലബസ് കവറേജോടുകൂടി ഷോർട്ട് നോട്ട്സും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കോർ റെയിൽവേ മലയാളം നിങ്ങൾക്കായി ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്, ഡ്രീം NTPC ബാച്ച്. തുടക്കക്കാർക്കും ഇനി ആദ്യ അറ്റംപ്റ്റിൽ തന്നെ റെയിൽവേയിൽ ജോലി നേടാം. ബിഗിനേഴ്സ്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ് എന്നിങ്ങനെ 3 തലത്തിലായിട്ടുള്ള ക്ലാസ്സുകൾ അടങ്ങിയിട്ടുള്ള ഡ്രീം NTPC ബാച്ച് ഒരു മാസം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്വന്തം സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും സ്കോർ റെയിൽവേ മലയാളം ഒക്ടോബർ 2 ആരംഭിക്കുന്ന ഡ്രീം NTPC ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തന്നെ കാണൂ, വിലയിരുത്തൂ, തീരുമാനിക്കൂ.